ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. ചേർന്ന് പാടാം. ദൈവാത്മാവേ, ഓ ദൈവാത്മാവേ, ദൈവാത്മാവേ, ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. നിൻ സ്നേഹം പാടുവാൻ, നിൻ സ്നേഹം പാടുവാം, നിൻ നാമം ഉയർത്തുവാം, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ, ദൈവാത്മാവേ, ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. ഓ ദൈവാത്മാവേ, ദൈവാത്മാവേ, ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവാത്മാവ്, ദൈവാത്മാവേ, ദൈവാത്മാവേ, ഓ ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. ചേർന്ന് ദൈവാത്മാവേ, 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 ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. കർത്തനം യഹോവയേ എന്നെ എത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. കർത്തനാം യഹോവയേ എന്നെ എത്രത്തോളവും കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. ദൈവാത്മാവേ, ദൈവാത്മാവേ, ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. ഓ ദൈവാത്മാവേ, ദൈവാത്മാവേ, ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. ഇതുവരെ എബനേസരാ എന്നോട് കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപിലാൻ. ഇതുവരെ എബനേസരാ എന്നോട് കൂടെ ഇരുൾ മൂടിയ പാതയിൽ വെളിച്ചമായി മുൻപിലാം. ദൈവാത്മാവേ, ദൈവാത്മാവേ, ഓ ദൈവാത്മാവേ ആരാധിക്കും. ഓ ദൈവാത്മാവേ, ദൈവാത്മാവേ, ദൈവാത്മാവേ അങ്ങേ ആരാധിക്കും. ഉലകമഹാന്മാരകിലരും ഒരുപോ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണു. ഗീതം 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 ജയ ജയ ഗീതം
പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേനോ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിയ നരനായി. പാപം ശാപം സകലതും തീർപ്പാൻ അവതരിച്ചിയ നരനായി. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഓഹോ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേനോ. കലുഷതയകറ്റി കണ്ണുനി തുടപ്പിൻ ഉത്സുകരായിരിപ്പീൻ. കലുഷതയകറ്റി കണ്ണുനി തുടപ്പിൻ ഉത്സുകരായിരിപ്പീൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇത് അലസത ശരിയാണോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇത് അലസത ശരിയാണോ? ആമേൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ആമേൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേനോ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വർണ്ണിത ജയരാജേനോ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉണർന്നിരിപ്പിൻ കതവുകളെ ശ്രീയേശുവേ സ്വീകരിപ്പീൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതവുകളെ സ്വീകരിപ്പീൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാ ജയഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേനോ. ഉലകം മഹാന്മാർ അഖിലരും ഒരുപോലുറങ്ങുന്നു കല്ലറയിൽ. ഉലകം മഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ആമേൻ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ആമേൻ. ഗീതം ഗീതം ജയമാന ശാന്തരേ ദേവാനന്ദരേ. ഗീതം ഗീതം ജയ ജയ പാടുവിൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേ. ആമേൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേ. യേശുനാഥൻ നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവേ. ആമേൻ. നമ്മളേശുനാഥൻ രാത്രികാലം ശക്തിയോടെ നമ്മുടെ യേശു ജീവിക്കുന്നതായി രാത്രികാലം ജയജീവിതം പാടിയ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ
Udamana Rushabarakadala Rudabarakadala Rudamanajala Rushabarakadala Rudamanajala Redakadari, and again Kaderi Madamjana, the Rushabarakadala Rudamanajala Rudabarakadala Gamanarikadala Riva Rushabarakadari Kaderi Ruderikadere Rivana Shetere Udamanajala Rushabarakadari Kadala Gamanajari Kadari, and the Gabarakaderi Badala Gamanari, Vadana Rushamanajala Rudabarakadala 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 Gamanarikadari. Yeshua, Rivamara Terete, Rivana Shaterete, Oshana Varakaderi, Oshamana Kaderi, Barakade, Udabarakadalagamanarakade. Jesus, oh, Rivana Ratari, Valaruda Barikadalagamana, Darikadalagamana, Rivala Shamanajala, Rudabari, Valaruda Barakadari, Renegade Kadari, Velavasheri, Valaruda Baridari, Valaruda Barakadalagamana, Darikadari, Kaderi Kadari, Udabarakadala, Shabarakadala, Rudabarakadala, Rudabarajala, Shabarakadari, Kadari, Delavudari, Kadari, Darikade, Rivana Shaterete, Rivana Ratere, Udabarakadala, Rudabarakadala, Rudabarakadala, Shamanajala, Rudabarakadala, Gabarakaderi, Banavushabari, Darikade, Rivana Ratere, Udabushabarakadala, Rudabarakadala, Rudabarajala, Shabarakadari, Kaderi, Delavudabaragadala, Shamanajala, Rudabarakadala, Gabarakade, Rivana Ratere. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ ദൈവത്തെ സ്തുതിക്കാം. ഒരു പാട്ടിൻ്റെ ഒരു ധ്യാനമായി ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. അതിന് ചില വരികൾ ഇപ്പോൾ കൊയർ പാടുന്നു. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസാഗിയ ഈ ലോകസാഗികളെല്ലാരും മാറിപ്പോയാലും എൻ്റെ രക്ഷകാ എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും എൻ്റെ രക്ഷകാ എൻ്റെ രക്ഷകാ എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിത രാത്രി വേളയ്ക്കായി വിശേഷാൽ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 21ാമത് രാത്രിക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളും ഒരുമിച്ച് ആ സ്തുതിയിലായിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഓരോ ദിനങ്ങളിലും ദൈവം നമ്മെ കരം പിടിച്ച് നടത്തി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടുന്ന ആത്മീയ മന്നകൾ ദൈവം തരുവാനിടയായി. ഹല്ലേലൂയ. വചനങ്ങൾ, ഹല്ലേലൂയ, ആത്മീയ ദൂതുകൾ, അല്ലെ കൃപയുടെ അനുഭവങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ, മാത്രമല്ല ആത്മാവിൻ്റെ ശക്തിയോടെ ഓരോ ദിനങ്ങളിലും ദൈവം നമ്മെ ഹല്ലേലൂയ ആരാധിപ്പാൻ സഹായിച്ചതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കാം. വിശേഷാൽ വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്ബൽ ചർച്ചിൻ്റെ കേരള സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ, അതുപോലെ എന്നോടൊപ്പം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബൻ ജോസഫ്, അനുഗ്രഹീതരായ ദൈവമക്കൾ, പ്രത്യേകിച്ച് നമ്മോടൊപ്പം ഉപവസിക്കുന്ന അനേക ദൈവദാസന്മാർ, അനേക സഭകളിൽ നിന്നുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
വിശേഷാൽ ഇന്ന് പകലും രാത്രിയും നമ്മുടെ മധ്യയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന് പകൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ അവസാന ദിവസമായിരുന്നെങ്കിലും പകൽ, അതായത് 20ാമത്തെ ദിനമാണെങ്കിലും സഭയിൽ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ദൂതാണ് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തരുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് സന്തോഷമായി ഏറ്റെടുപ്പാൻ കഴിഞ്ഞു? ഹല്ലേലൂയ. തീരുമാനത്തോടെ ഏറ്റെടുപ്പാൻ എത്ര പേർക്ക് കഴിഞ്ഞു? ഹല്ലേലൂയ. സ്തോത്രം. ജീവിതത്തിൽ എവിടെയെങ്കിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചത് ഹല്ലേലൂയ ഇപ്പോഴും പ്രാർത്ഥനയുടെ തടസ്സമായി കിടക്കുന്നുവെങ്കിൽ, ഉപവാസത്തിന് തടസ്സമായി കിടക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം അത് കണ്ടുപിടിച്ച് ഹല്ലേലൂയ യഥാസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ നമ്മുടെ ഉപവാസം വിജയമായി തീർന്നു. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവ് ദാസനെ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ അനേക കൺവെൻഷൻ വേദികളിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ഒരു കർത്തൃപ്രത്യനാണ്. അതോടൊപ്പം യൂസിൻ്റെ ഇടയിൽ ക്യാമ്പുകളിൽ ശക്തമായി ഈ നാളുകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ക്യാമ്പിലും കടന്നു വന്നുവല്ലോ. കർത്താവ് ദാസനായി സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ കർത്താവ് ദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലെസൻ അവരുടെ തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നു. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. നമുക്കൊരുമിച്ച് തിരുസാന്നിധ്യത്തിന് മുമ്പിൽ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 21ാം രാത്രിയിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കും അവസരത്തിനുമായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനിതരായ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഇന്നത്തെ രാത്രിയിൽ യോഗം പ്രൊസീഡ് ചെയ്യുന്ന ഈ ദൈവസഭയ്ക്ക് ഏറ്റവും ശക്തമായി നേതൃത്വം നൽകുന്ന പ്രിയ കോശി പാസ്റ്റർ, അതുപോലെ PMG പ്രസ്ഥാനത്തിന് കേരള തലത്തിൽ ഏറ്റവും ശക്തമായ നേതൃത്വം നൽകുന്ന പാസ്റ്റർ GJ അലക്സാണ്ടർ അവറുകൾ, ഈ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ കർത്താവ് നിയോഗിച്ചായിരിക്കുന്ന പാസ്റ്റർ ജോബിൻ ജോസഫ് അവറുകൾ, മറ്റ് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, ദൈവസമൂഹം, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഓൺലൈൻ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ ഇന്ന് രാത്രിയിലും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന അത്ഭുത നിമിഷങ്ങളായിട്ട് ഇന്ന് രാത്രിയും മാറട്ടെ. ഒരുമിച്ച് ലഭിക്കപ്പെട്ട കൂട്ടായ്മ അനുഗ്രഹമായിരുന്നു കഴിഞ്ഞ പകലും ഇന്ന് രാത്രിയും നിങ്ങളോടൊപ്പമായിരിക്കുന്നത് ഞാനൊരു ഭാഗ്യപദവിയായി കരുതുന്നു. ഈ ദൈവസഭയോട് ഹൃദയത്തിൽ നിന്നുള്ള നന്ദി, സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഇന്ന് രാത്രി എല്ലാ ആമുഖവാക്കുകൾ, മുഖവരകൾ വിരാമമിട്ടുകൊണ്ട് ഒരുമിച്ച് തിരുവെടുത്തിൻ്റെ ഏറ്റവും ഗൗരവമായ ചിന്തയിലേക്ക് നമ്മൾ വരുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ പകൽ ചിന്തിച്ചത് ആത്മാവിനാൽ നടക്കപ്പെടുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക എന്ന വിഷയമാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിലേക്കാണ്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ താഴേക്കുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ വായിക്കാൻ താല്പര്യപ്പെടുന്നത്. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനം എന്നോർക്കണമേ. അതിനവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. മതി, എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടെ നടച്ചേ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. രാത്രിയും നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കുന്ന ജനം ഒരുമിച്ച് അല്പനിമിഷങ്ങൾ പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ ഉയരട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ അന്തരീക്ഷത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഏറ്റവും ഹൃദ്യസ്ഥമാക്കുന്ന ദൈവമക്കൾ
ഒരുമിച്ച് അല്പ നിമിഷങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഈ അന്തരീക്ഷത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കും. ദൈവശക്തി നമ്മുടെ അന്തരാത്മാവിനെ തൊടും. അത് വിശ്വസിച്ച് അനുഭവിക്കുന്നവർ ഒന്നിച്ച് ആദരങ്ങൾ തുറക്കട്ടെ. അല്പനിമിഷം ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവശക്തിയുടെ അത്ഭുത ഇടപെടലുകൾ ഇന്ന് രാത്രി സംഭവിക്കുന്ന രാത്രിയായി മാറട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് രാത്രി സ്പർശിക്കട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. ആദരങ്ങളൊന്ന് തുറന്നേ. ഇന്ന് രാത്രി ആഴത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി ഈ ആരംഭ നിമിഷം തന്നെ ഒന്ന് എറിഞ്ഞു കൊടുക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയും അങ്ങയുടെ വചനം ഇതിനകത്ത് ചലിക്കുന്നത് കൊണ്ട് സ്തോത്രം. ജീവൻ തരുന്ന വചനം, അത്ഭുതങ്ങൾ ചെയ്യുന്ന വചനം, ഞങ്ങളുടെ അന്തരാത്മാവിനെ സ്പർശിക്കുന്ന ജീവൻ്റെ വചനം ഇന്ന് രാത്രിയും വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ജീവനെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ജനത്തോട് ഇന്ന് രാത്രി ഇടപെടുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ഗൗരവമായ ചിന്ത കിടക്കുന്നതിൻ്റെ 32-ാമത്തെ അധ്യായത്തിനകത്ത്. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രത്തിനകത്ത് ഏറ്റവും വലിയ അനുസരണക്കേട്, കർത്താവിനോടുള്ള മറുതലിപ്പ് നടന്ന ഒരധ്യായമാണ് 32-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. മോശ ദൈവത്തിൽ നിന്ന് കൽപ്പനകളെ പ്രാപിക്കുവാൻ പർവ്വതത്തിന് മുകളിലേക്ക് കയറിപ്പോയ സമയം. പക്ഷെ താഴ്വാരങ്ങളിൽ സംഭവിച്ചത് ദൈവത്തിന് വിരോധമായി അവർ കാളക്കുട്ടി ഉണ്ടാക്കുകയാണ്. കാളക്കുട്ടിയെ ഉണ്ടാക്കുക മാത്രമല്ല, മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് ഈ കാളക്കുട്ടിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ മുൻപിൽ ആനന്ദ നൃത്തമാടുന്ന വലിയൊരു കൂട്ടം ജനത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത്ഭുതമായ വഴികളിലൂടെ മിസ്രൈമിൽ നിന്ന് ജനത്തെ ദൈവം പുറപ്പെടുവിച്ചപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് അവർ പറഞ്ഞു, ഈ കാളക്കുട്ടിയാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത കൽപ്പനയുടെ നേരെ കടക്ക വിരുദ്ധമാണ് അവിടെ സംഭവിച്ചത്. ദൈവാലോചനയെ നേരെ തിരസ്കരിക്കുന്ന ജനം, ദൈവ ഇഷ്ടത്തിന് നേരെ വിരീതമായി സഞ്ചരിക്കുന്നൊരു ജനം, ദൈവാലോചനയ്ക്ക് നേരെ മുഖമടച്ചു നിൽക്കുന്നൊരു ജനം, ഒരു വല്ലാത്ത അനുഭവത്തിനകത്തൂടെ പോകുന്നൊരു സമൂഹം, അവരെ നമുക്കതിനകത്ത് കാണുക. ഇതിൻ്റെ നടുവിലാണ് 33-ാം അധ്യായത്തിലെ ഈ എൻകൗണ്ടറും ഈ വാക്യങ്ങളും ഏറ്റവും പ്രസക്തമായി മാറുന്നത്. അപ്പം ദൈവത്തിന് വിരോധമായിട്ടൊരു ജനം നിന്നു, ദൈവാലോചനയ്ക്ക് വിരോധമായിട്ടൊരു ജനം നിന്നു. അനുസരണക്കേടതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കോപം അവർക്ക് നേരെ ജ്വലിക്കുകയാണ്. ദൈവാലോചന, ആ ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് ആ ജനം വഴിമാറിപ്പോവുകയാണ്. ഇതിൻ്റെ നടുവിൽ 32-ാമത്തെ അധ്യായം അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പം ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 32-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വന്നാൽ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗങ്ങൾ വരുമ്പോൾ ദൈവം ഇപ്പോഴും ആ ജനത്തോട് പറയുന്നൊരു പദമുണ്ട്. 34-ാമത്തെ വാക്യം, ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം. എൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ. ഇവിടെ ഈ പദം പറയുന്നൊരു പദമുണ്ട്, ഞാൻ നിങ്ങളെ ആ ദേശത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത്രയും പാപം ചെയ്തപ്പോഴും ദൈവം ആ ജനത്തോട് പറയുന്നൊരു പദമുണ്ട്, സ്റ്റിൽ നിങ്ങളെ ഞാൻ ആ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട്. പക്ഷേ ഒരു ദിവസം നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പം നമ്മുടെ മക്കൾ മറ്റൊരപ്പനെ നാട്ടിൽ നിന്ന് മറ്റേതോ ഇടത്തുനിന്ന് ഒരു അപ്പനെ വിളിച്ച് വീട്ടിൽ കയറ്റി. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, എന്നെ ജനിപ്പിച്ച അപ്പൻ ഇതാണ് എന്നെ ജനിപ്പിച്ച അപ്പൻ, ഇന്ന് മുതൽ ഇതാണ് എൻ്റെ അപ്പൻ, എന്നെ നടത്തുന്ന, എന്നെ കരുതുന്ന, എൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റുന്ന, ഞാൻ സ്നേഹിക്കുന്ന അപ്പൻ ഇതാണ് ഇന്ന് മുതൽ എൻ്റെ അപ്പൻ. എന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് ഈ അപ്പനോട് വല്ലാത്ത വിധേയത്വവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ വീട് നമ്മുടെയാണെങ്കിൽ ആ വീടിന് റെൻറ്റ് കൊടുക്കുന്നത്, റെൻറ്റഡ് ഹൗസ് ആണെങ്കിൽ അതിന് റെൻറ്റ് കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ ഉറപ്പാണ് ഞാനും നിങ്ങളും പറയുന്നൊരു പദമുണ്ട്, നിനക്ക് ഈ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പനും മോനും കളിക്കണമെങ്കിൽ ഈ വീട്ടിനകത്ത് വേണ്ട. കാരണം ഈ വീട് എൻ്റെ വീടാണ്, ഇത് ഞാൻ റെൻറ്റ് കൊടുക്കുന്ന വീടാണ്, ഇത് ഞാനാണ് ഈ വീടിൻ്റെ അധികാരി. ഈ വീട്ടിനകത്ത് നിൻ്റെ അപ്പനും മോനും കളിയും പറ്റത്തില്ല. നമ്മൾ പുറത്തിറക്കി വിടും. പക്ഷേ ഈ ജനത്തെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട്, സത്യമായ കാര്യമാണ്. പക്ഷേ സ്റ്റിൽ അവരിലൊരു കൂട്ടത്തെ ഓർത്ത കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ നിങ്ങളെ ഇപ്പോഴും വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തിയത്, ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ, അനുസരണക്കേടിൻ്റെ നെറുകയിൽ അവർ നിൽക്കുക. ഇവർ തിന്മ പ്രവർത്തിക്കുമ്പോഴും നോക്കുക, അതിൻ്റെ മുകളിൽ എന്തുണ്ട്? മേഘസ്തംഭമുണ്ട്. മേഘസ്തംഭത്തിൻ്റെ കീഴിലാണ് ഇവരെന്തിനെ ഉണ്ടാക്കുന്നത്? കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലിൻ്റെ കീഴിൽ ഉണ്ടാക്കിയ കാളക്കുട്ടി, ദൈവത്തിൻ്റെ അഗ്നിസ്തംഭത്തിൻ്റെ കീഴിൽ ഉണ്ടാക്കിയ കാളക്കുട്ടി, ദൈവത്തിൻ്റെ കരുതലിനകത്തുണ്ടാക്കിയ കാളക്കുട്ടി. ഇവർക്ക് എന്നുമെന്നും അവരുടെ ലൈഫ് മാത്രം നോക്കിയാൽ മതി, ദൈവത്തിൻ്റെ കരുതലിനകത്താണ് ജീവിക്കുന്നത്.
കരുതലിനകത്ത് ജീവിക്കുമ്പോഴും അനുസരണക്കേട് കാണിക്കാം. വസ്ത്രം ദൈവത്തിൻ്റെ കരുതല, അവരുടെ ചെരുപ്പ് ദൈവത്തിൻ്റെ കരുതല, അവർ കഴിക്കുന്ന ഭക്ഷണം ദൈവത്തിൻ്റെ കരുതല, ആകാശത്തിൻ്റെ വിധാനം ദൈവത്തിൻ്റെ കരുതല. ഇത് മുഴുവൻ ദൈവത്തിൻ്റെ കരുതല. എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവത്തിൻ്റെ ഒരു കരുതൽ അവർക്ക് കാണാൻ പറ്റും. അതിൻ്റെ നടുക്കും അവർക്ക് പാപം ചെയ്യാം, അതിൻ്റെ നടുക്കും അവർക്ക് മത്സരിക്കാം എന്നതാണ് ഈ തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കരുതലിനകത്ത് നിന്നിട്ട് മത്സരിച്ച, ദൈവത്തിൻ്റെ കരുതലിനകത്ത് നിന്ന് പിറുപിറുത്ത, ദൈവത്തിൻ്റെ കരുതലിനകത്തും നിന്നിട്ട് കർത്താവിനെ വിട്ടുപോയൊരു സമൂഹത്തെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പക്ഷേ എന്നിട്ടും ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ വാഗ്ദത്തം ചെയ്ത ദേശത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. ഇനിയും ആ 33-ാമത്തെ അധ്യായം തുടങ്ങുന്ന വാക്യത്തിലേക്കൊന്ന് വന്നേ. 33-ാം അധ്യായം തുടങ്ങുന്ന വാക്യത്തിലേക്ക്. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവീൻ. ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യർ, അമോര്യർ, ഹിത്യർ, പെരിസ്യർ, ഹിവ്യർ, എബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. ശ്രദ്ധിച്ചേ, ഇവിടെ ദൈവം ഒന്നും കൂടെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ക്ലാരിറ്റി കൊടുത്തിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ആ ദേശത്ത് കൊണ്ടുപോകുന്നു മാത്രമല്ല, നിങ്ങളുടെ പിതാവായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ വാഗ്ദത്ത ദേശത്ത് തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. ഇത് പറഞ്ഞാൽ നിങ്ങൾ പാപം ചെയ്തതുകൊണ്ട് ഞാൻ ദേശം മാറ്റത്തില്ല. നമ്മളായിരുന്നതിനെ പറഞ്ഞേനെ, അത്ര നല്ല ദേശത്തൊന്നും എന്ത് ചെയ്യണ്ട, ഈ അനുസരണം കെട്ട ജനം പാർക്കണ്ട, ദേശം മാറ്റിക്കളഞ്ഞേനെ. പക്ഷെ ദൈവം പറയുക, നിങ്ങളെപ്പോലെ സ്വഭാവം മാറ്റുന്ന ഒരുവനല്ല ഞാൻ, നിങ്ങളെപ്പോലെ സ്വഭാവം മാറ്റുന്ന ഒരുവനല്ല ഞാൻ നിങ്ങളോട് വിളിച്ചിറക്കുമ്പം എവിടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു, അവിടെ തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ സ്വഭാവം മാറ്റാൻ എനിക്ക് കഴിയത്തില്ല. ഇനി അടുത്തത് രണ്ടാമത്തെ കാര്യം, ദേശത്ത് കൊണ്ടുപോകുന്നത് മാത്രമല്ല, ദേശത്തിൻ്റെ നന്മ ഞാൻ നിങ്ങൾക്ക് തരും, ദേശത്തിൻ്റെ നന്മ തരും. അവിടെ എഴുതി വെച്ചത്, പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ ഞാൻ നിങ്ങൾക്ക് അവകാശമായിട്ട് തരും. നമ്മളായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ, അത്രയ്ക്കങ്ങ് സുഖിക്കേണ്ട. കാരണം അവർ എന്നെ വിട്ട് പാപം ചെയ്തതല്ലേ, പാലും തേനും ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ്, ഞാനതിൻ്റെ അവരുടെ റേഷൻ വെട്ടിക്കളയുക, അവരുടെ കരുതൽ വെട്ടിക്കളയുക. ദൈവം വിചാരിച്ചാൽ പറ്റത്തില്ലേ? എത്ര നല്ല ഭൂമിയും ഒറ്റ നിമിഷം കൊണ്ട് വരണ്ട ഭൂമിയാക്കാൻ ദൈവത്തിന് പറ്റും. എത്ര വരണ്ട ഭൂമികളെയും ഒറ്റ നിമിഷം കൊണ്ട് അതിനെ പൂങ്കാവനമാക്കാൻ ദൈവത്തിന് പറ്റും. അപ്പം വരണ്ട ദേശങ്ങളെ പൂങ്കാവനമാക്കാനും സമൃദ്ധിയുള്ള ദേശത്തെ വരണ്ട് കളയാനും ദൈവത്തിന് നാഴികയധികം വേണ്ട. അവിടുന്ന് ആ ആകാശത്തു നിന്നുള്ള മഴയും ഭൂമിയിൽ നിന്നുള്ള മഞ്ഞും നിർത്തിക്കഴിഞ്ഞാൽ ദേശം വരണ്ടു പോകുമെന്ന് ഇവരുടെ പിൽക്കാല ചരിത്രത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാലും ദൈവം ആ ജനത്തോട് പറയുകയാണ്, പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ഒന്ന്, വാഗ്ദത്തം ഞാൻ നിറവേറ്റിത്തരും. രണ്ട്, പാലും തേനും ഒഴുകുന്ന ദേശത്തിൻ്റെ നന്മ ഞാൻ നിങ്ങൾക്ക് തരും. ഇനി ഇവർക്ക് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി, ഇവർ മൈഗ്രേറ്റ് ചെയ്യുകയല്ല, ഇവർ പിടിച്ചടക്കുക. മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ഇവിടുന്ന് ലീഗലി UK-യിലേക്കും ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരിക്കലും അവിടെ ചെന്നിട്ട് അവിടെയുള്ള നാട്ടുകാരെ അടിച്ചോടിച്ചിട്ട് നമ്മളവിടെ താമസിക്കുകയല്ല, മറിച്ച് അവിടുന്ന് ലീഗലി ലഭിക്കേണ്ടപ്പെടേണ്ട പെർമിഷനുകൾ മുഴുവൻ ലഭിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ലീഗലി നമ്മൾ ലഭിക്കപ്പെടുന്ന സ്പേസിനകത്ത് അവിടെ താമസിക്കുക ചെയ്യാറുള്ളത്. എന്ന് പറഞ്ഞാൽ ആ മൈഗ്രേഷൻ അത് ലീഗലി ആണെങ്കിൽ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു ജനതയെ മുഴുവൻ തോൽപ്പിച്ച് കളഞ്ഞിട്ട് വേണം ഇവർക്ക് ആ ദേശത്ത് പാർക്കാൻ. എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ, പിടിച്ചടക്കി മാത്രമേ ഇവർക്ക് അവിടെ പാർക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിടിച്ചടക്കേണ്ടുന്ന ഒരു വലിയ വെല്ലുവിളി മുമ്പിൽ കിടക്കുമ്പം ദൈവം പറയുക, നിങ്ങൾ ഇത്രയും എന്നെ വിട്ട് മാറിയിട്ടും ആ ദേശത്തിലെ ജാതികളെ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓടിച്ചു കളയും, നിങ്ങളെ ആ ദേശത്ത് ഞാൻ പാർപ്പിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ ഭാഗത്ത് 1-2 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ പ്രിയരെ, ചിലപ്പോഴൊക്കെ ചില വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് ആത്മീയതയുടെ മെച്ചം കൊണ്ടല്ല, ദൈവത്തിൻ്റെ സ്വഭാവം മാറാത്തത് കൊണ്ടാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, എൻ്റെ വാഗ്ദത്തങ്ങൾ മുഴുവൻ നിറവേറ്റുകയില്ല. എൻ്റെ പ്രിയരെ, നമ്മുടെ മെച്ചമല്ല, നമ്മുടെ ആത്മീയതയുടെ മെച്ചവുമല്ല, ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിച്ചു കളയാൻ കഴിയത്തില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ഇന്നലകളിൽ ഊവ് എന്നും ഇന്ന് ഇല്ല എന്നുമല്ല. ഇന്നലകളുടെ ഊവ് ഇന്നത്തെയും ഊവാണ്, അത് നാളത്തെയും ഊവാണ്. ദൈവം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അത് ഇന്നലെ തുറന്നതാണ്, ഇന്ന് തുറന്നതാണ്, അത് നാളെയും തുറന്നതാണ്. എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് സ്വഭാവം മാറ്റുന്നവനല്ല എൻ്റെ ദൈവം. തൻ്റെ സ്വഭാവം അത് മാറാത്തത് കൊണ്ട്, വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ലാത്തവനാണ് എൻ്റെ ദൈവം. അതുകൊണ്ടാണ് പല മേഖലയിലും വാഗ്ദത്തം നിറവേറപ്പെട്ടതെന്ന് അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, എൻ്റെ കഴിവിനകത്തുനിന്നല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയുടെ അളവറ്റ വലിപ്പത്തിനകത്താണ് ഞാൻ ജീവിക്കുന്നത്.
ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഈ വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെട്ടു, ഇന്ന കാര്യങ്ങൾ നടത്തപ്പെട്ടു, യാതൊരു കാര്യത്തിന് മുട്ടില്ല. എൻ്റെ പ്രിയരെ, മുട്ടില്ലാത്തത് എൻ്റെ മെച്ചം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എപ്പോഴും മുട്ടില്ലാത്തത് എൻ്റെ ആത്മീകത ശരിയായതുകൊണ്ടല്ല, ആത്മീകത തെറ്റാകുമ്പോഴും വാഗ്ദത്തങ്ങൾ നിറവേറപ്പെട്ടിട്ടുണ്ട്. കർത്താവുമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലാത്തപ്പോഴും കരുതൽ ദൈവം വെട്ടിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തെപ്പറ്റി പറയുന്നത്, അവർ മരുഭൂമിയിലായിരുന്നു. അവർ മോശയോടുകൂടെ ഒരേ ആത്മീക ആഹാരം കഴിച്ചു, ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അടുത്ത പദം, എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരേ ആത്മീക ആഹാരം കഴിക്കുമ്പോഴും ഒരേ ആത്മീക പാനീയം കുടിക്കുമ്പോഴും എല്ലാ കരുതലും അനുഭവിക്കുമ്പോഴും തമ്പുരാൻ പറയുന്നു ദൈവപ്രസാദമില്ല. അപ്പം ദൈവപ്രസാദമില്ലാതെയും ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം മാറാത്തതായതുകൊണ്ട് തുറന്ന ചില കരുതൽ അടയ്ക്കുന്നവനല്ല എൻ്റെ ദൈവം. ഇവരുടെ വസ്ത്രം പഴകിയിട്ടില്ലെന്നല്ലേ കാണുന്നത്. ഇവർ അനുസരണക്കേട് കാണിച്ചപ്പം വസ്ത്രം പഴകിപ്പോയോ? ഇല്ല. അനുസരണക്കേട് കാണിച്ചപ്പോഴും വസ്ത്രം പഴകിയിട്ടില്ല. കാരണം ദൈവത്തിന് തൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റത്തില്ല. ചിലതൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പുകഴ്ച പറയാറുണ്ട്. പുകഴ്ചയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല കേട്ടോ. ദൈവത്തിൻ്റെ കൃപ വർഷിപ്പിച്ച് തന്നതുകൊണ്ട് അനുസരണക്കേടിൻ്റെ നെറുകയ്ക്കകത്ത് നിൽക്കുമ്പോൾ കരുതൽ വെട്ടാതെ ദൈവം ഇന്ന് കൂടെ നിർത്തിയിട്ട് കൃപ തന്നതിനകത്ത് നടത്തുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ കരുണയെ ആയുധമാക്കാതെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നിട്ട് പറയണം, അപ്പാ അങ്ങയുടെ കരുതലിനോടൊപ്പം അങ്ങേ സ്നേഹിക്കാൻ, അങ്ങയുമായി വ്യക്തിപരമായി ആഴമായി ഹൃദ്യമായി ഒരു ബന്ധത്തിനകത്തേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ അകത്ത് കൊതിയുണ്ടെങ്കിൽ ആ കൊതിയാണ് സ്വർഗം ആദരിക്കുന്നത്. അകത്തെ കൊതിയാദരിക്കുന്ന ദൈവം, അകത്തെ കൊതിയാദരിക്കുന്ന ദൈവം. ശ്രദ്ധിച്ചാൽ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആ ദേശം നിങ്ങൾക്ക് തരും. എന്നിട്ട് ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞു, പക്ഷേ ഒറ്റ കുഴപ്പമുണ്ട്, ഞാൻ വരത്തില്ല. നിങ്ങൾക്ക് ഞാൻ ദേശം തരും, ദേശത്തിൻ്റെ നന്മ തരും, ദേശത്തിൻ്റെ ശത്രുക്കളെ ഓടിച്ചു കളയും, വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരും, പക്ഷെ ഞാൻ മാത്രം വരത്തില്ല. എന്നിട്ട് പറയും, ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഒരു ദൂതനെ നിങ്ങൾക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യാം, ഒരു ദൂതനെ നിങ്ങളുടെ മുമ്പായിട്ട് അയക്കാം. നമ്മളെ സംബന്ധിച്ച് ടിക്കാകപ്പെടേണ്ട എല്ലാ മേഖലയും ടിക്കാകപ്പെട്ടിട്ടുണ്ട്. പിന്നെ ദൈവം ഇല്ല എന്താ? കാരണം ദേശം കിട്ടിയല്ലോ, വാഗ്ദത്തം പൂർത്തിയായല്ലോ, ദേശത്തിൽ കരുതൽ കിട്ടിയല്ലോ, നന്മ കിട്ടിയല്ലോ. നമ്മുടെ ഏറ്റവും വലിയ വിഷയം ദേശത്തിൻ്റെ നന്മ, അതും കിട്ടി. ഇനി അടുത്ത ദേശത്തിൻ്റെ നന്മ മാത്രമല്ല, ദേശത്തിൽ എത്ര വെല്ലുവിളി ഉണ്ടോ ഈ വെല്ലുവിളി മുഴുവനെ കീഴ്പ്പെടുത്തി തരുന്ന ദൈവം പ്രോമിസും ചെയ്തു. ഇതും ദൈവം പ്രോമിസ് ചെയ്തു. അപ്പം ദേശത്തിൻ്റെ നന്മ, ദേശത്തിൻ്റെ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ, കീഴടക്കേണ്ടതിനെ കീഴടക്കി തരും, ജയം തരേണ്ട മേഖലയിൽ ജയം തരും. ഇതെല്ലാം നടന്നിട്ട് ദൈവം പറഞ്ഞു, ഞാനില്ല, എൻ്റെ ദൂതനെയും കൂടെ ഞാൻ നിങ്ങൾക്ക് തരും. നമ്മൾ പറയും, കർത്താവ് ഇത്രയും ആ ദൂതനെങ്കിൽ ദൂതൻ ഇത്രയൊക്കെ ഉണ്ടല്ലോ, ദൂതനും ഞാൻ സംതൃപ്തിയാണ്. പക്ഷെ മോശയ്ക്ക് മനസ്സിലായി അപകടത്തിലാണ്. വി ആർ ഇൻ ഡേഞ്ചർ. കാരണം ദൈവമില്ലാത്ത കനാൻ അപകടമാണ്, ദൈവമില്ലാത്ത ദേശത്തിൻ്റെ നന്മ അപകടമാണ്. ദേശത്തിൽ എന്തുണ്ട് എന്നതിലല്ല എൻ്റെ ഭാവി, ആ ദേശത്തിൽ ദൈവമുണ്ടോ എന്നതിലാണ് എൻ്റെ ഭാവി. എൻ്റെ കുടുംബത്തിൽ എന്തുണ്ട് എന്നതിലല്ല കുടുംബത്തിൻ്റെ ഭാവി, ആ കുടുംബത്തിൽ ദൈവമുണ്ടോ എന്നതിനകത്ത് ആ കുടുംബത്തിൻ്റെ ഭാവി. എൻ്റെ ബിസിനസ്സിനകത്ത് എന്തുണ്ട് എന്നതിലല്ല എൻ്റെ ഭാവി, ആ ബിസിനസ്സിനകത്ത് ദൈവം ഉണ്ടോ എന്നതിനകത്ത് അതിൻ്റെ ഭാവി. എനിക്കിന്ന് ലഭിക്കപ്പെടുന്നത് എന്ത് ലഭിക്കപ്പെട്ടു? നോ, ഇതൊന്നുമല്ല വിഷയം. അതിനകത്ത് ദൈവമുണ്ടോ, ദൈവ സാന്നിധ്യമുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മോശയ്ക്ക് മനസ്സിലായി, കനാനിൽ ദൈവമില്ലെങ്കിൽ കനാൻ നരകമാണ്. കൾ പുറപ്പെടും, വരണ്ട ദേശത്തെ ഉണർത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. എന്നാൽ ഒരു കുഴപ്പവുമില്ല, ദേശമുണ്ട്, ദേശത്തിൻ്റെ നന്മയുണ്ട്, ദേശത്തിൻ്റെ അനുഗ്രഹമുണ്ട്. പക്ഷേ ആ ദേശത്തിനകത്ത് ദൈവമില്ലെങ്കിൽ ആ ദേശം എനിക്കൊരു നഷ്ടക്കളിയ. ആ ദേശത്തിനകത്ത് ഞാനൊരു വല്ലാത്ത തകർച്ച നേരിടും. അതുകൊണ്ട് മോശ പ്രാർത്ഥിച്ചൊരു ദേശം വേണമെന്നല്ല, മോശ പ്രാർത്ഥിച്ചൊരു ദേശത്തിന് നന്മ വേണമെന്നല്ല, മോശ പ്രാർത്ഥിച്ചൊരു ദേശത്തിനകത്ത് ജയം വേണമെന്നല്ല, മോശ പ്രാർത്ഥിച്ചത് ആ ദേശത്ത് അങ്ങ് വേണമെന്ന് വേണം. രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ദേശമാണോ വേണ്ടത്? ദേശത്തിൻ്റെ നന്മയാണോ വേണ്ടത്? ദേശത്തിൻ്റെ സുരക്ഷിതത്വമാണോ വേണ്ടത്? അതോ ദേശത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണോ വേണ്ടത്? എൻ്റെ കുടുംബത്തിനകത്ത് നന്മയേക്കാൾ, എൻ്റെ കുടുംബത്തിനകത്തെ അനുഗ്രഹത്തേക്കാൾ, എൻ്റെ കുടുംബത്തിനകത്ത് സോക്കോൾഡ് എല്ലാ കാര്യങ്ങളെക്കാളും അതിനകത്ത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് സ്വർഗമെന്നെ എൻകൗണ്ടർ ചെയ്യണമെന്ന കൊതി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കൊതി ആദരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. എൻ്റെ കൊതി, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഉൾത്തടത്തിലെ ആഗ്രഹങ്ങൾ അതറിഞ്ഞ് എനിക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, എൻ്റെ കൊതിക്കൊപ്പം, എൻ്റെ കൊതിക്കൊപ്പം, എൻ്റെ കൊതി അറിഞ്ഞ് എനിക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവം. ദേശമാണോ വേണ്ടത്? ദേശത്തിന് നന്മയാണോ വേണ്ടത്? അതോ ദേശത്തിൽ ദൈവമാണോ വേണ്ടത്?
ലോത്ത് ദേശം തിരഞ്ഞെടുത്തു. ഒറ്റ കുഴപ്പമുള്ളായിരുന്നു, ആ ദേശത്ത് ദൈവമില്ലായിരുന്നു. അബ്രഹാമിനോടൊപ്പം യാത്ര തുടങ്ങി, അബ്രഹാമിനോടൊപ്പം തിരഞ്ഞെടുപ്പ് നടത്തി. അബ്രഹാമിനെ വിളിച്ചത് ദൈവമാണ്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ നോട്ടം മുഴുവൻ ദൈവം പറയുന്ന വഴിയാണ്. ഒരിക്കലും കണ്ണോടിച്ച് അവൻ ദേശത്തെ കണ്ടില്ല. കാരണം അവനറിയാം ദൈവം കൊണ്ടെത്തിച്ച ദേശങ്ങൾ ഏറ്റവും ബെസ്റ്റായിരിക്കും. പക്ഷെ ലോത്തിന് സാധ്യതകളെ നോക്കണം, ലോത്തിന് ചുറ്റുപാടുകളെ നോക്കണം, ലോത്തിന് സർവൈവൽ നോക്കണം. പക്ഷേ അബ്രഹാമിന് സർവൈവൽ ഒന്നും നോക്കാനില്ല. കാരണം ദൈവത്തെ മാത്രം നോക്കി ഇറങ്ങുന്ന എന്ത് സർവൈവലാണ്? അവനറിയാം ഈ മരുഭൂമിക്കകത്ത് എനിക്കൊരു സർവൈവലും ഇല്ല, എൻ്റെ സർവൈവൽ എൻ്റെ ദൈവത്തിൻ്റെ പക്കലാണ്. ഇതാണ് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് മനുഷ്യനില്ല, സാധ്യതകളില്ല, ചുറ്റുപാടുകളില്ല, സർക്കംസ്റ്റാൻസുകളില്ല, അതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഒന്നുമില്ല. അതിനകത്ത് ദൈവം മാത്രമേ ഉള്ളൂ. അബ്രഹാം അത് മാത്രം നോക്കി. പക്ഷേ ലോത്തിന് സർവൈവൽ നോക്കണം. അവൻ ചുറ്റുപാടുകൾ മുഴുവൻ നോക്കി. ഒരു ദിവസം രാവിലെ അവൻ കൃത്യമായിട്ടൊരു ദേശം കണ്ടെത്തി, പഠിച്ചു. ദേശത്തെ അങ്ങ് പഠിച്ചു. ഞാൻ വിശ്വസിച്ച് കാണും അവനങ്ങ് പഠിച്ചു കാണും. നമ്മളൊരു ദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ പലവിധ സാഹചര്യങ്ങൾ പഠിക്കത്തില്ലേ? ഇവൻ പഠിച്ചു കാണും. ആ ദേശം സോതോമിനെ പറ്റി ഒരു സ്റ്റഡി നടത്തി കാണും. ഈ സ്റ്റഡിയൊക്കെ നടത്തിയതിനപ്പുറത്തേക്ക് ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് ഉണ്ടോ നമുക്ക് അറിയത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ലോത്ത് പറയുന്നൊരു സാക്ഷ്യം കാണും. എൻ്റെ പ്രിയരെ, നമ്മൾ ഇത്രയും നാളും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, പക്ഷേ എൻ്റെ ദൈവം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടൊരു സ്ഥലം, എൻ്റെ കണ്ണുനീരിനെ കണ്ട സ്ഥലം, ഏറ്റവും ബെസ്റ്റായിട്ടൊരു സ്ഥലം കണ്ടു. എൻ്റെ കണ്ണു ദൈവം അങ്ങ് തുറന്നു, എൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ അബ്രഹാമിന് കണ്ണ് തുറന്നിട്ടില്ല എന്നതായിരിക്കും ഒക്കെ അതിൻ്റെ അർത്ഥം. പക്ഷേ എൻ്റെ കണ്ണ് ദൈവം തുറന്നു. പച്ചപ്പുള്ളൊരു ദേശം ഞാൻ കണ്ടു, അനുഗ്രഹിക്കപ്പെട്ടൊരു ദേശം തന്നു ദൈവം. ആ ദേശം എനിക്ക് തന്നു. ഈ മനുഷ്യൻ യാത്രയൊക്കെ പറഞ്ഞ് സാക്ഷിയൊക്കെ പറഞ്ഞ് ആ ദേശത്തോട്ട് നീങ്ങിക്കാണും. അവിടെ ചെന്നു, പ്രധാന സ്ഥാനവും കിട്ടി, ഒരു കുഴപ്പവും കിട്ടിയില്ല. ആ പട്ടണവാതിക്കൽ നല്ലൊരു സീറ്റ് അദ്ദേഹത്തിന് കിട്ടി. അവിടെ ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്, ജനം മുഴുവൻ അവൻ്റെ അടുക്കൽ ന്യായവ്യവഹാരത്തിന് വേണ്ടി ഓടി വരുന്നൊരു രംഗം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. പട്ടണവാതിക്കൽ ബെസ്റ്റ് സീറ്റും തനിക്ക് കിട്ടി. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, പിന്നീട് ലേഖനത്തിനകത്തേക്ക് വരുമ്പോൾ ദൈവം എഴുതി വെച്ചൊരു പദം അതിനകത്ത് കിടപ്പുണ്ട്. അവൻ ആ പട്ടണവാതിക്കനകത്തിരുന്ന് അധർമ്മങ്ങൾ കണ്ടും കേട്ടും അവൻ്റെ നീതിയുള്ള മനസ്സിനകത്ത് കുത്തുകൊണ്ട് വലഞ്ഞു പോയ നീതിമാനായ ലോത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് പ്രധാന സ്ഥാനത്തിരുന്നിട്ട് അവൻ ചുറ്റും നോക്കാൻ തുടങ്ങിയപ്പം കണ്ടത് മുഴുവൻ എന്താ? അധർമ്മം കണ്ടത്. ആ ദൈവദത്തമായ ഒറ്റ പ്രവൃത്തിയും അവരുടെ കണ്ടില്ല. കണ്ടത് മുഴുവൻ അധർമ്മത്തിൻ്റെ പ്രവൃത്തികൾ, തിന്മകളുടെ തേരോട്ടങ്ങൾ, ഇതാ മുഴുവൻ ചുറ്റും കണ്ടത്. എന്നിട്ട് എഴുതി വെച്ചത്, നീതിയുള്ള മനസ്സിൽ കുത്തുകൊണ്ട് വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. എൻ്റെ പ്രിയരെ, ദൈവമില്ലാത്ത ദേശത്ത് നന്മയുണ്ടെങ്കിൽ നിങ്ങൾ ആ ദേശത്ത് വലഞ്ഞു പോകും. ദൈവമില്ലാത്ത ദേശത്തിനകത്ത് നന്മയുണ്ടെങ്കിൽ നിങ്ങൾ ആ നന്മയ്ക്കകത്ത് വലഞ്ഞു പോകും. പക്ഷെ ശൂന്യതയാണെങ്കിലും അവിടെ ദൈവമുണ്ടെങ്കിൽ നിങ്ങളതിനകത്ത് പ്രോസ്പറായി മാറും. അബ്രഹാമിൻ്റെ സന്തതിയായ ഇസഹാക്ക് വരണ്ട ദേശത്ത് പാർക്കുമ്പോഴും ക്ഷാമകാലത്ത് നിൽക്കുമ്പോഴും ദൈവം അവനോട് പറഞ്ഞത്, നീ ഇവിടെ തന്നെ വിതയ്ക്കാൻ പറഞ്ഞു. ഇവിടെ ഫാമിനാണ്. എന്താ ദൈവമേ പോസിബിലിറ്റി? ഞാൻ കൂടെ ഉണ്ടതാണ് പോസിബിലിറ്റി. ദൈവം നൽകുന്ന പോസിബിലിറ്റിക്കകത്ത് വിതച്ചവൻ അവിടെ കൊയ്തത് 100 മേനിയാ. ഇന്ന് രാത്രി ഞാൻ എന്താ ദൂത് പറയുന്നതെന്ന് അറിയുമോ? നിങ്ങൾ കണ്ടെത്തി പോകുന്ന പല സ്ഥലത്തും നിങ്ങളോടൊപ്പം ദൈവമില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വലിയ പരാജയമായി മാറും. പക്ഷെ ചില സാഹചര്യത്തിനകത്ത് നിങ്ങൾ വരണ്ട അവസ്ഥക്കകത്ത് എല്ലാം തകർന്നു കിടക്കുന്നെങ്കിലും അതിൻ്റെ നടുവിൽ നിങ്ങളോടൊപ്പം ദൈവമുണ്ടെങ്കിൽ ഏതാണോ വരണ്ടത് അവിടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഴ പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ വരണ്ട ദേശത്തും എനിക്ക് വേണ്ടി മഴ പുറപ്പെടുവിക്കാൻ കഴിയുന്ന, എനിക്ക് വേണ്ടി അഭിവൃദ്ധി നൽകാൻ കഴിയുന്ന ഒരപ്പനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ടെന്ന് ഇതിനകത്ത് ബോധ്യമുള്ളവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ദേശമല്ല എനിക്ക് വിഷയം, ദേശത്തിൻ്റെ നന്മയല്ല വിഷയം, ദേശത്തിൻ്റെ അനുഗ്രഹമല്ല വിഷയം, ദേശത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമാണ് വിഷയം. എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്മയല്ല ചോദിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചോദിക്കുന്നത് ദൈവ സാന്നിധ്യമാണ്. നിങ്ങൾക്ക് നന്മ വേണോ, ദൈവ സാന്നിധ്യം വേണോ? ഇന്ന് രാത്രി തമ്പുരാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. നന്മ വേണോ, ദൈവ സാന്നിധ്യം വേണോ? എന്താണ് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതിൻ്റെ പിൻപിലുള്ള ഛേദോവികാരം? ഈ ഭൂമിയിലെ 1-2 കാര്യങ്ങൾ മാത്രമാണോ, അതോ കർത്താവെ എനിക്ക് അങ്ങേ കൂടുതൽ അറിയണമെന്നാണോ, എനിക്ക് അങ്ങേ കൂടുതൽ അനുഭവിക്കണമെന്നാണോ, എനിക്ക് അങ്ങേ കൂടുതൽ ആസ്വദിക്കണമെന്നാണോ? മോശ പറഞ്ഞ് എനിക്ക് മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടും ഒരു തൃപ്തിയുമില്ല, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം, തിരു സാന്നിധ്യം എൻ്റെ കൂടെ ചലിക്കണം. ഹേ മോശേ, താങ്കൾക്ക് എങ്ങനെ ഇത്രയും കൊതി ഈ ആകത്ത് വന്നു? മോശയ്ക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്, ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ തനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല.
മോശയ്ക്ക് ഒരൊറ്റ കാര്യമുണ്ട്, ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ തനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ദൈവ സാന്നിധ്യം കൊതിക്കും. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ എനിക്ക് എക്സിസ്റ്റൻസ് ഇല്ലെന്ന്. മോശയ്ക്ക് 40-ാമത്തെ വയസ്സിനകത്ത് ചാടിയിറങ്ങിയതാ, ജനത്തെ വിടുവിക്കാൻ ചാടിയിറങ്ങിയതാ. കാരണം അതുവരെ കൊട്ടാരത്തിനകത്ത് വളർന്നവൻ ഒരു കാര്യം അറിയാം, താൻ സ്പെഷ്യലാണ്. കാരണം തന്നെ മുലയൂട്ടുമ്പോൾ തൻ്റെ അമ്മ തന്നോട് പറഞ്ഞു കൊടുത്തു കാണും, മോനെ നീ സ്പെഷ്യലാണ്. ഏത് കൊട്ടാരമാണോ നിനക്ക് വിരോധമായി ഓർഡർ പുറപ്പെടുവിച്ചത്, ആ കൊട്ടാരത്തിൻ്റെ നടുക്കാണ് ഞാൻ നിന്നെ പാലൂട്ടുന്നത്. നീ സ്പെഷ്യൽ എന്ന വാക്ക് അവൻ്റെ ചെവിക്കകത്ത് അവൻ ഒത്തിരി കേട്ട് കാണും. അവൻ്റെ മേലുള്ള പദ്ധതികൾ എവിടൊക്കെയോ അവൻ്റെ മനസ്സിനകത്ത് സ്പാർക്ക് അടിച്ചിട്ടുണ്ട്. പക്ഷേ 40-ാമത്തെ വയസ്സിൽ ഈ ആയോധന കലകളും മിസ്രൈമിൻ്റെ സകല സിസ്റ്റങ്ങളും മനസ്സിലാക്കിയവൻ 40-ാമത്തെ വയസ്സിൽ ഒരു ശ്രമം നടത്തുന്നുണ്ട്, ഒറ്റയ്ക്ക് ജനത്തെ പുറപ്പെടുവിക്കാൻ. ഒരൊറ്റ അടിയടിച്ചു, ഒരുവൻ മരിച്ചു വീണു. മോശ വിചാരിച്ചു ഇതൊരു തുടക്കമാണ്, എനിക്ക് ജനത്തെ പുറപ്പെടുവിക്കാൻ പറ്റും. അന്ന് ദൈവം പൊളിച്ചു. മോശയ്ക്ക് മനസ്സിലായി തനിക്ക് കഴിയത്തില്ല, ദൈവത്തിൻ്റെ അപ്പോയിൻ്റ് ടൈമിൽ മാത്രമേ കഴിയത്തുള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മൾ ഭയങ്കര ഓവർ എന്തൂസിയാസം കാണിച്ച് നമ്മൾ നിൽക്കുമ്പം അവിടെ അടി വീണിട്ടുണ്ട്, അവിടെ നമ്മൾ തോറ്റുപോയിട്ടുണ്ട്, അവിടെ നമ്മൾ ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. എല്ലാം അനുകൂലമാണെന്നും എല്ലാം ഓക്കെയാണെന്നും ചിന്തിച്ച് സ്റ്റെപ്പ് വെച്ചിടത്ത് നമ്മൾ പല മേഖലയിലും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ 80-ാമത്തെ വയസ്സിൽ കർത്താവനെ കൊണ്ട് നിർത്തുന്നുണ്ട്. അത് ദൈവ സാന്നിധ്യത്തിന് മുമ്പിലാണ്. കത്തുന്ന മുൾപ്പടർപ്പ് അത് വെന്തു പോകുന്നില്ല. അവിടെ കൊണ്ട് നിർത്തിയിട്ട് തമ്പുരാൻ പറയുന്നു, നിന്നെ ഞാൻ നിയോഗമേൽപ്പിക്കുക. എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, നിയോഗം ഞാൻ നിൻ്റെ പക്കൽ കൈമാറുക. അവിടെ മോശ 4 വട്ടം ദൈവത്തോട് പറഞ്ഞൊരു പദമുണ്ട്, കർത്താവേ എന്നെ അയക്കേണ്ട മറ്റൊരാളെ അങ്ങ് അയക്കണേ. എന്തേ മോശ, എന്താ കാര്യം? ഞാൻ വിക്കനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വാക് സാമർഥ്യമില്ലാത്തവനാണ്, ജനം ചോദിച്ച ഞാൻ എന്ത് പറയും? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ മോശ പറഞ്ഞു. തമ്പുരാൻ ഈ മോശയെല്ലാം ഉറപ്പിച്ചത് തിരുസാന്നിധ്യവുമായിട്ട്. എൻ്റെ ചോദ്യം, 80-ാമത്തെ വയസ്സിലാണോ വിക്ക് സംഭവിച്ചത്? ഒരിക്കലുമല്ല. വിക്ക് അവന് 40-ലും ഉണ്ട്. പക്ഷേ 80-ാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് അവൻ വിക്ക് എടുത്തു പറഞ്ഞത്? 40 വർഷം കൊണ്ട് മനസ്സിലാക്കി താൻ എത്ര കഴിവുകെട്ടവനാണെന്നും. ചിലപ്പം ഈ ബോധ്യങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചിലതിനകത്ത് നമ്മുടെ ഉശിരി കാണിക്കുന്നത്. നമ്മുടെ ഉശിരി കാണിക്കുമ്പം ഓർത്താൽ മതി, കഴിവുകേടുകൾ മനസ്സിലായിട്ടില്ല. ഈ ഉശിരി കൊണ്ടല്ല ദൈവം ഉപയോഗിക്കുന്നത്. കഴിവുകേടുകളൊക്കെ എവിടേക്കോ ബോധ്യപ്പെട്ട് സാന്നിധ്യത്തിനകത്ത് കവർ ചെയ്യപ്പെടുന്നവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അവന് 80-ാമത്തെ വയസ്സിൽ മനസ്സിലായി, എനിക്കായിട്ടൊന്നുമില്ല, എനിക്ക് കുറേ കഴിവുകേടുകളുടെ കൂടുകൾ മാത്രമാണ് ഞാൻ. അവൻ്റെ അപര്യാപ്തത അവനെ ബോധ്യപ്പെടുത്തി, അവൻ്റെ ആ ഇൻകേപ്പബിലിറ്റി അവനെ ബോധ്യപ്പെടുത്തി, അവൻ്റെ ഏറ്റവും പരിമിതി അവനെ ബോധ്യപ്പെടുത്തി. എന്നിട്ട് അവൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ മേഖല മുഴുവൻ കഴിവുകേടാണ് ഉള്ളത്. അവിടെ ആ തമ്പുരാൻ നിയോഗം കൊടുത്തിട്ട് പറഞ്ഞത്, കഴിവുകേട് എനിക്കൊരു വിഷയമല്ല, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും. ഈ കഴിവുകേട് വെച്ച് എപ്പോഴെങ്കിലും മോശ ആൾക്കാർ അളന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും അളന്നിട്ടില്ല. ജനം തന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തൻ്റെ വിവാഹത്തെപ്പറ്റി തൻ്റെ പെങ്ങള് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ജനം ചോദിച്ചിട്ടുണ്ട്, നീ ഞങ്ങളെ കൊല്ലാനാണോ ഈ മരുഭൂമിക്കകത്ത് കൊണ്ടു നടത്തുന്നത്? പക്ഷേ ഒരിക്കലും അവൻ വിക്ക് പറയുന്നതിനെ പറ്റി ഒരിക്കലും ജനം ചോദ്യം ചോദിച്ചിട്ടില്ല. കാരണം അതിൻ്റെയൊക്കെ പുറത്ത് ദൈവം പൊതിഞ്ഞൊരു ദൈവസാന്നിധ്യമാണ്. ഞാൻ എന്തിനാ ഇന്ന് രാത്രി ഇത് പറയുന്നതെന്നറിയുമോ? ചില മേഖലയിൽ ഈ കഴിവിനകത്ത് വല്ലാതെ അങ്ങ് നിഗളിച്ച് നമ്മൾ നിൽക്കുമ്പോൾ തമ്പുരാൻ ചില മേഖലകളെ അങ്ങ് പൊളിക്കും. ചില മേഖലകൾ പൊളിയപ്പെടുന്നതാണ് ലൈഫിൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് കേട്ടോ. ഞാനെപ്പോഴും പറയും, 0 ആകുന്നതിനേക്കാൾ വലിയൊരു പാഠം ലൈഫിനകത്ത് വേറെ ഇല്ല. ചില മേഖലകളിൽ 0 ആകുന്നതിനേക്കാൾ വലിയൊരു പാഠം വേറെ ഇല്ല ജീവിതത്തിൽ. 0 ആകുന്നതിനേക്കാൾ കണക്ക് പറയുന്നത് 0യ്ക്ക് വാല്യൂ ഇല്ലെന്ന്. അത് മറ്റൊരു നമ്പറിൻ്റെ കൂടെ കിടക്കാത്തിടത്തോളം കാലം 0യ്ക്ക് വാല്യൂ ഇല്ലെന്ന്. പക്ഷേ ഞാൻ പറയും, ലൈഫിനകത്തെ ഏറ്റവും വലിയ വാല്യൂ 0യ്ക്കാണ്. കാരണം അത് ഏതിൻ്റെങ്കിലൊക്കെ കൂടെ കിടന്നതിനേക്കാൾ നമ്മളെ പഠിപ്പിച്ചത് ഒറ്റയ്ക്ക് കിടന്നപ്പോഴാണ്. ഒറ്റയ്ക്ക് ലൈഫിനകത്ത് എവിടേക്കോ 0 ആയ സമയത്താണ് നമ്മളെ ഉടച്ചു വാർത്ത ദൈവം പുറത്തു കൊണ്ടുവന്നത്. ചിലടത്തൊക്കെ നമ്മൾ ജീവിതം ഒരു ശൂന്യമായി മാറി, ജീവിതം ഒരു 0 ആയി മാറി. ഒറ്റയ്ക്ക് പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ 0 കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, കർത്താവേ എനിക്ക് കഴിയത്തില്ല, അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഒറ്റ രാത്രി മുഴുവൻ യേശുവിൻ്റെ ശിഷ്യന്മാർ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തു, മുഴുവൻ മീൻ പിടിക്കാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഒറ്റ രാത്രി മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടി? കഴിവ് ഇൻവെസ്റ്റ് ചെയ്തു, താലന്തുകൾ ഇൻവെസ്റ്റ് ചെയ്തു, റിസോഴ്സുകൾ ഇൻവെസ്റ്റ് ചെയ്തു. അവർക്കുള്ളത് മുഴുവൻ ഒറ്റ രാത്രി മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടി? ഒരു 0. ടാലൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടി? ഒരു 0. റിസോഴ്സുകൾ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടി? ഒരു 0. ടാക്ടിക്കൽ നോളജുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടി? ഒരു 0. എത്ര കഴിവിനകത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയത് ഒരു 0. ഒറ്റ കുഴപ്പമുള്ളായിരുന്നു, ആ പടകിൽ കർത്താവില്ലായിരുന്നു.
ആ പടക് ദൈവത്തിൻ്റെ അനുവാദത്തിനകത്ത് പോയ പടകല്ലായിരുന്നു. എന്നാൽ ആ കർത്താവ് ആ പടകിലില്ലെങ്കിലും കർത്താവിൻ്റെ അനുവാദത്തിലാണ് ആ പടക് പോകുന്നതെങ്കിൽ ഒരിക്കലും അത് ശൂന്യമാകത്തില്ല. കാരണം മുങ്ങുന്ന തിരമാലയ്ക്കകത്ത് ഒരു രാത്രി മുഴുവൻ അലഞ്ഞിട്ടും ആ പടക് മുങ്ങാതെ 4-ാം യാമത്തിൽ എൻകൗണ്ടറിലൂടെ തിരിച്ചു പിടിച്ച കർത്താവിൻ്റെ അനുഭവങ്ങൾ പിൽക്കാലത്ത് അവരുടെ പടകിന് അനുഭവിച്ചിട്ടുണ്ട്. കർത്താവ് പടകിലുണ്ടെങ്കിൽ, പടക് കർത്താവ് അനുവദിച്ചിട്ടാണ് പോകുന്നെങ്കിൽ, ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ ലൈഫിനകത്ത് വന്നാലും ഒന്നിനും അതിനെ മുക്കാൻ പറ്റത്തില്ല. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്ന് വിരൽ ചൂണ്ടിയാലും നിങ്ങളുടെ പടക് മുങ്ങത്തില്ല. കാരണം ഇതിനെ നയിക്കുന്ന, ഇതിനെ കരം പിടിക്കുന്ന, ഇതിനെ നിയന്ത്രിക്കുന്ന, ഇതിൻ്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, ലോകം മുഴുവൻ എനിക്ക് വിരോധമായി നിന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ പടക് മുങ്ങത്തില്ല, എൻ്റെ പടക് മുങ്ങത്തില്ല, ഞാൻ തകരത്തില്ല, ഞാൻ ഉടഞ്ഞു പോകത്തില്ല. അതിൻ്റെ നടുവിലും തല ഉയർന്ന് ദൈവത്തിൻ്റെ ജയം ഞാൻ കൊണ്ടാടുമെങ്കിൽ കർത്താവ് ഉള്ളിടത്ത് തകരത്തില്ല. പക്ഷെ അന്ന് രാത്രി മനസ്സിലായത് കർത്താവില്ലാതെ പോയി ഒരു വലിയ സീറോയാണ് കിട്ടിയത്. ഞാൻ ആലോചിച്ചു, ഇവർക്കൊരു 10 എണ്ണം കിട്ടിയിരുന്നെങ്കിൽ, അന്ന് രാത്രി ഒരു 10 എണ്ണം കിട്ടിയുള്ളൂ. ഇവരുടെ നീഡൊന്നും ഫുൾഫിലാകത്തില്ല 10 എണ്ണം കൊണ്ട്. പക്ഷേ ഒരു 10 എണ്ണം കിട്ടിയിരുന്നെങ്കിൽ അവർ പറഞ്ഞതിന് 3.5 വർഷത്തിന് ശേഷം പിടിക്കുന്നതല്ലേ, അതിൻ്റെ ആരോഗ്യപരമായ വശങ്ങൾ ഞങ്ങൾ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ പറയത്തില്ല. ചിലതിനകത്ത് ജോലിക്കകത്ത് ഒരു ഗ്യാപ്പ് വന്നാൽ പിന്നെയും ജോയിൻ ചെയ്യുമ്പം അത് പഴയ ഉഷാറ് കിട്ടുന്നില്ല. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ ശരിയാവും. കാരണം ഞാനതിലേക്ക് തിരിച്ചു വരും. അന്ന് രാത്രി ഒരു 10 എണ്ണം കിട്ടിയിരുന്നെങ്കിൽ പറഞ്ഞതിനെ ഞാൻ തിരിച്ചു വരും. പക്ഷേ കർത്താവ് പറഞ്ഞു ഇന്ന് രാത്രി ശൂന്യ. ചിലയിടത്തൊക്കെ ഒന്നും തരാതെ ഇട്ടത് നമ്മൾ മടങ്ങി അതിനകത്ത് പോകാനല്ല, മടങ്ങി ദൈവത്തിങ്കിലേക്ക് പോകാനാണ്. ചിലതൊക്കെ എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ തിരിച്ചു പോയേനെ. അടുത്ത അറ്റംപ്റ്റ് നമ്മൾ നന്നാക്കിയേനെ. പക്ഷെ അടുത്തൊരു അറ്റംപ്റ്റ് പോലും ശ്രമിക്കാൻ പോലും കഴിയാതെ നമ്മളെ സീറോയാക്കിയത് നമ്മെ ദൈവത്തിന് വേണം. അതുകൊണ്ടാണ് ദൈവത്തിന് നമ്മെ പ്രയോജനപ്പെടുത്തണം എന്ന് ദൈവത്തിൻ്റെ തിരുമനസ്സിൽ ആഗ്രഹമുള്ളത് കൊണ്ട് ചിലയിടത്തൊരു സീറോയായി മാറുന്നത്. നാം എന്തിനാ സീറോയാകുന്നതെന്ന് അറിയുമോ? ചിലയിടത്ത് നമ്മെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലയിടത്ത് നമ്മെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് പ്ലാനുണ്ട്. ചിലയിടത്ത് നമ്മെ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നിങ്ങളൊരു സീറോയാകുന്നെങ്കിൽ നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഏറ്റവും വലുതാണ്. അന്ന് രാത്രിയിലെ സീറോയാണ് പിന്നീടുള്ള ആ പത്രോസിനെയും കൂട്ടരെയും അവിടെ എഴുന്നേൽപ്പിച്ചതെങ്കിൽ എൻ്റെ പ്രിയരെ ഏറ്റവും ഗൗരവമായി തിരിച്ചറിയുക, ചില മേഖലയിൽ നമ്മൾ പൂജ്യമായാൽ അതിനപ്പുറത്ത് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ മേൽ തന്നെ നിയോഗം വെച്ച് നടത്താൻ കഴിയുന്നൊരു ദൈവമുണ്ട്. സീറോയായി മാറി. ചില പൂജ്യങ്ങൾ ഒത്തിരി വലിയ പാഠമാണ്. കർത്താവില്ലാത്ത യാത്രകൾ അപകടകരമാണെന്ന് നമ്മളെ പഠിപ്പിക്കും. കർത്താവില്ലാത്ത യാത്രകൾ ആപൽക്കരമാണെന്ന് നമ്മളെ പഠിപ്പിക്കും. കർത്താവില്ലെങ്കിൽ നമ്മളില്ലെന്ന് നമ്മളെ പഠിപ്പിക്കും. കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ. രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മുടെ അന്തരാത്മാവിനകത്ത് കയറുന്നൊരു ചിന്തയാകട്ടെ, കർത്താവിനെ പിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സംഭവിച്ചു. ഇതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ മോശയ്ക്ക് 80-ാമത്തെ വയസ്സിൽ തിരുസാന്നിധ്യം ഉറപ്പ് കൊടുത്തു. പിന്നെ ലൈഫിൽ ഒരിക്കലും അവൻ ആ സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇവിടെ കർത്താവില്ലെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, നോ, തിരുസാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾ പുറപ്പെടുവിക്കരുത്. കാരണം തനിക്കറിയാം മറ്റെന്തുണ്ടെങ്കിൽ തനിക്ക് ഓടാൻ പറ്റത്തില്ല, തിരുസാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ തനിക്ക് ഓടാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എന്തിനോടാണ് നമ്മുടെ അകത്ത് കൊതി? ദൈവ സാന്നിധ്യത്തോടാണോ സാഹചര്യങ്ങളോടാണോ? നമ്മുടെ അകത്തെ കൊതിയാണ് നമ്മുടെ ഉത്തരത്തിന് കാരണം. നിങ്ങളുടെ അകത്തെ കൊതി എന്തിനാണ്? ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ നിങ്ങളുടെ അകത്ത് കൊതിയുണ്ടോ? നിങ്ങൾ സർവൈവ് ചെയ്യും. അതല്ല മറ്റു പലതിനുമുള്ള കൊതിയാണ് നിങ്ങളുടെ അകത്ത് കിടക്കുന്നെങ്കിൽ ആ കൊതി നിങ്ങൾക്കൊപ്പം അവസാനിക്കും. പക്ഷെ ദൈവ സാന്നിധ്യത്തിൻ്റെ കൊതി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് കൈമാറപ്പെടും. നിങ്ങൾ കുടുംബത്തിൽ ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്നവനാണോ, ആ കൊതി നിങ്ങളോടൊപ്പം തീരത്തില്ല, നിങ്ങളുടെ തലമുറയുടെ മേൽ അത് കൈമാറപ്പെടും. നിങ്ങൾക്ക് ദൈവസഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യത്തോട് നിങ്ങൾക്കൊരു കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ തീരത്തില്ല, നിങ്ങളുടെ തലമുറകളുടെ മേൽ അത് കൈമാറപ്പെടും. നിങ്ങളുടെ അകത്ത് കൈമാറാൻ പറ്റുന്നൊരു കൊതിയുണ്ടെങ്കിൽ അത് തിരുസാന്നിധ്യത്തിൻ്റെ കൊതിയാ. അത് നിങ്ങളിൽ തീരത്തില്ല. അത് നിങ്ങളിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ഇമ്പാക്റ്റ് ചെയ്യപ്പെട്ടത് കൈമാറപ്പെടും. ഇവിടെ മോശയ്ക്ക് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കൊതിയുള്ളപ്പം താഴെ പറയുന്നുണ്ട്, ഒരു യോശുവയുണ്ട്, അവൻ ആ കൂടാരത്തെ വിട്ടു പിരിയാതെ അവൻ അതിനകത്ത് കാത്തിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ കൊതി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെ തീരത്തില്ല, അത് നിങ്ങളിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് കൈമാറും. എൻ്റെ പ്രിയരെ, ഈ കൊതി കൈമാറാത്തത് കൊണ്ട് പല ആത്മീക സമൂഹങ്ങളും തകരുന്നത്. ഈ കൊതി കൈമാറാത്തത് കൊണ്ട് പാഷനോടെ ആരംഭിച്ച പലതും അപകടാവസ്ഥയിൽ നിൽക്കുന്നതിൻ്റെ പിൻപിലെ കാര്യം എവിടെയോ കൊതി കൈമാറിയില്ല, എവിടെയോ കൈമാറപ്പെടേണ്ട ദൈവസാന്നിധ്യത്തെ കൈമാറപ്പെട്ടിട്ടില്ല.
ആ ദൈവിക പാഷൻ കൈമാറപ്പെട്ടിട്ടില്ല. കൈമാറേണ്ട മേഖലയിൽ അവർ ഉടഞ്ഞുപോയി. ഞാൻ രാവിലെ പറഞ്ഞൊരു ഉണർവുണ്ട്, വെയിൽസിൽ നടന്നൊരു ഉണർവ്. ഇവൻ റോബോട്ട്സ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ആ ഉണർവിൻ്റെ ഏറ്റവും കാതലായിട്ട് നിന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തോടൊപ്പം വലിയ ആത്മീക സമൂഹം ഉണ്ടായിരുന്നു. ഇന്ന് ആ ചർച്ചിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ തുലോൻ ചുരുക്കം പേർ ആരാധിക്കുന്നൊരു കൂട്ടം മാത്രമാണ്. അവിടെ ആരുമില്ല. അത് ടേക്ക് കെയർ ചെയ്യുന്നത് വൃദ്ധയായ ഒരു മാതാവാണ്. അവർ വളരെ വോളണ്ടറി ആയിട്ടാണ് ഇന്ന് ആ ഒരു ചർച്ച് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ സന്ദർശകരായിട്ട് വരുന്നവർക്ക് ഇവർ വളരെ വോളണ്ടറി ആയിട്ട് കൊണ്ടുപോയി ആ ചുറ്റുപാടുകൾ മുഴുവൻ കാണിച്ചു കൊടുക്കും. ഈ മനുഷ്യൻ പ്രസംഗിച്ച സ്ഥലങ്ങൾ, മറ്റു കാര്യങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുക്കും. വോളണ്ടറി ആയിട്ടാണ് ചെയ്യുന്നത്. ഇവർക്ക് ശേഷം അത് വോളണ്ടറി ആയിട്ട് ആര് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഒരു ശൂന്യതയാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് നടക്കപ്പെട്ട ഒരു ഉണർവിനകത്ത് 10,000 ഒരുമിച്ച് വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിയ സ്ഥലങ്ങളിൽ നിന്ന് ശൂന്യത നേരിട്ടുകൊണ്ടിരിക്കുക. കാരണം ഇത്രയേ ഉള്ളൂ, ആ ദൈവ സാന്നിധ്യത്തെ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, അത്രയും തന്നെ വെല്ലുവിളി നേരിടപ്പെടുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ള ഇന്നിൻ്റെ പെന്തക്കോസ്ത് സമൂഹം. നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ചർച്ചിലൊക്കെ എത്ര ചെറുപ്പക്കാരുണ്ട്. ഇന്ന് രാത്രി ഇവിടെ തന്നെ നോക്കിക്കോ, എണ്ണം എടുത്തു കഴിഞ്ഞാൽ 20 പേര് തികച്ച് കാണത്തില്ല. ഈ 150 പേരുള്ള ഈ കമ്മ്യൂണിറ്റിക്കകത്ത് 20 പേര് തികച്ച് കാണത്തില്ല. നോക്കൂ, ഭാവി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. എൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം ഒരു തിസിസ് എഴുതിയപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അടുത്തൊരു 15-20 വർഷത്തിനകത്ത്, 15 വർഷത്തിനകത്ത് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾക്കകത്ത് എങ്ങനെയാണ് അതിൻ്റെ അറ്റൻഡൻസ് എന്നാണെന്നുള്ളത് തൻ്റെ റിസർച്ച് വിഷയം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു 15 വർഷത്തിനകത്ത് ഇന്ന് ഇവിടെ ആരാധിക്കുന്ന ഒരു 50% ഈ ഭൂപരപ്പിൽ കാണത്തില്ല. നിർഭാഗ്യവശാൽ ഒരു 50% ഈ ഭൂപരപ്പിൽ കാണത്തില്ല. പലവിധ കാരണങ്ങളാൽ അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പല സാഹചര്യങ്ങളാൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. അടുത്തത് ഏറ്റവും ലീഗൽ വേയിലൂടെ ഒരു 10 മുതൽ 15% പിന്നെയും ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യപ്പെടും. അടുത്തത് ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അടുത്തൊരു 10 മുതൽ 15% വരെ ഈ വിശ്വാസം തന്നെ വിട്ടുപോകും. നിങ്ങൾ കണ്ടോ എന്നറിയത്തില്ല. ഈ കഴിഞ്ഞ ദിവസവും നാസ്തിക വിഭാഗത്തിൻ്റെ വേദിയിൽ പോയിരുന്ന ഒരു പെന്തക്കോസ്തുകാരനായ മകൻ പോയി പെന്തക്കോസ്തിനെ നിരാശപ്പെടുത്തിയെന്നും പെന്തക്കോസ്തിൻ്റെ ഉപദേശങ്ങൾ അത് ഭോഷത്തരമാണെന്നും അത് മടയത്തരമാണെന്നും പറഞ്ഞ് ആ നാസ്തികന്മാരുടെ വേദിയിൽ പോയി നിന്ന് പറയുന്ന ഒരു പെന്തക്കോസ്തുകാരൻ, 20-25 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോകൾ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയത്തില്ല. പെന്തക്കോസ്തിൻ്റെ പാരമ്പര്യ കുടുംബത്തിനകത്ത് വളരപ്പെട്ടൊരു ചെറുപ്പക്കാരൻ പറയുന്നു, പെന്തക്കോസ്ത് ഞങ്ങളെ നിരാശപ്പെടുത്തിയെന്ന്. എന്നെ സംഭവിക്കുന്നത് ഇത് ഒരു അത്ഭുത കാര്യമെന്നൊന്നും ചിന്തിക്കേണ്ട. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ സഭകൾക്കൊക്കെ ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളിയാണ് ഞാൻ പറഞ്ഞത്. അടുത്ത തലമുറയുടെ മുമ്പിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പുതിയ തലമുറ നമ്മളുമായിട്ട് ഏറ്റവും ബ്രിഡ്ജ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അവരെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനകത്ത് കിൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഉറപ്പാണ് നമ്മുടെ സഭകൾ ഇനി ആ മനുഷ്യൻ പറഞ്ഞ ഏറ്റവും അവസാനത്തെ കാര്യം കൺക്ലൂഡിംഗ് ആയിട്ട് ഞാൻ പറയാം, ദൈവസഭകൾ ഇത്രയും പേരങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് 10-15% മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് 200 പേർ ആരാധിക്കുന്നിടത്ത് 15 വർഷത്തിനകത്ത് 30 പേരിരിക്കുന്ന ഒരവസ്ഥകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് 500 പേർ ഇരുന്ന് ആരാധിക്കുന്നിടത്തകത്ത് 10-70 പേർ മാത്രമുള്ള ഒരു കാലഘട്ടം അതിവിദൂരമല്ലെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മുടെ സമൂഹം തകരുന്ന വേദനാജനകമായ കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരുമെന്നർത്ഥം. ഇതിനകത്തെ കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഈ രാത്രി ഞാൻ പറയുന്ന ഈ ദൂത് നിങ്ങളുടെ ഡയറിയുടെ കോണിൽ എപ്പോഴെങ്കിലും ഡേറ്റ് ഇട്ട് എഴുതി വെച്ചിട്ട് അടുത്തൊരു 10-15 വർഷം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പല പാരമ്പര്യ പെന്തക്കോസ്ത് സമൂഹത്തിനകത്തും ഈ വെല്ലുവിളി നേരിടേണ്ടി വരും. പാരമ്പര്യ പെന്തക്കോസ്ത് സമൂഹങ്ങൾ ഈ വെല്ലുവിളി നേരിടേണ്ടി വരും. അടുത്ത സമൂഹങ്ങൾ ഒഴുകുക, നമ്മുടെ വാതിലേക്കല്ല അവർ ഒഴുകുന്നത്. കാരണം മതത്തെ കണ്ടെത്താൻ ജനം ഒഴുകത്തില്ല. ജനം ഒഴുകുന്നത് ആ മൂവ്മെൻറ്റുകൾക്കകത്തേക്ക് ജനം ഒഴുകുന്നത്. നമുക്ക് റൈറ്റായിട്ട് വാതിലുകൾ തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജനറേഷൻ ഒഴുകും കേട്ടോ, ജനറേഷൻ പുറത്തേക്ക് പോകും. എന്നാൽ ഈ സമൂഹത്തോട് ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾ തുറന്നു കൊടുക്കണം കൃപയുടെ വാതിൽ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ദൈവസ്നേഹത്തിൻ്റെ വാതിൽ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിൻ്റെ വാതിൽ. അതവർ മറ്റാരിൽ നിന്നുമല്ല കാണേണ്ടത്, നിങ്ങളുടെ ലൈഫ് കണ്ട്, നിങ്ങളിൽ വെളിപ്പെടുന്ന ദൈവകൃപ കണ്ട് നിങ്ങളുടെ തലമുറ ഫീൽ ചെയ്ത് തുടങ്ങണം. യെസ്, ഇവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഇവിടെ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്, ഇവിടെ അദൃശ്യമായ ദൈവിക ഇടപെടലുണ്ട്, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്, ദൈവകൃപയുടെ ഞങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട. ചരിത്രം ഒന്നും പറഞ്ഞിട്ട് ഇനി ഒരു വലിയ കാര്യമൊന്നുമില്ല.
ഈ ചരിത്രത്തിനകത്ത് വെളിപ്പെട്ടത് നമ്മുടെ ഇടയിൽ വെളിപ്പെടുമോ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ചരിത്രം പറയുന്നുള്ളൊരു അർത്ഥമില്ല. എൻ്റെ വീട്ടിൽ ഈ പഴയ ആട്ടുകല്ലും അരകല്ലും അമ്മിക്കല്ലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു 8.5 വയസ്സുകാരിയോട് ഞാൻ പറഞ്ഞു ഇതിനകത്തായിരുന്നു നിൻ്റെ വല്യമ്മച്ചിയൊക്കെ അരയ്ക്കുന്നതെന്ന് പറഞ്ഞു, ഇതിനകത്താണ് വല്യമ്മച്ചി ഇടിച്ച് പൊടിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഇവരുടെ യുക്തിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കാരണം അവൾ വളർന്ന കാലം തൊട്ട് അവൾ കാണുന്നത് അവിടെ മമ്മി മിക്സിയിൽ അരയ്ക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്നതും ഒക്കെ അവൾ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതിനകത്ത് ഇത് ചെയ്യാൻ പറ്റും അവളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അതിനകത്തിട്ട് കാണിച്ചു കൊടുത്തു, നോ, അവൾക്കത് മനസ്സിലാകുന്നില്ല. ഏറ്റവും അവസാനം യൂട്യൂബിനകത്തൊരു വീഡിയോ എടുത്ത് അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവിടെ യുക്തിയിൽ ഒരല്പമെങ്കിലും മനസ്സിലായത്. ഇങ്ങനെയും ഇത് പൊടിക്കപ്പെടാം, ഇങ്ങനെയും ഇത് പൊടിക്കപ്പെടാം. ഞാൻ ചോദിക്കട്ടെ, ഒരിക്കലും കാണാത്തതും ഒരിക്കലും അനുഭവിക്കാത്തതുമായ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് ആരുടെയും യുക്തിയെ തൊടത്തില്ല. എന്നാൽ സംഭവിക്കേണ്ട കാര്യം അനുഭവിക്കാൻ പറ്റുന്ന തലത്തിൽ ഇന്നും അത് ഞങ്ങളിൽ വെളിപ്പെടണമെന്ന് കൊതിയോടെ പ്രാർത്ഥിക്കാൻ ഒരു സമൂഹം തയ്യാറായ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിലെ ദൈവം ഇന്ന് റിട്ടയർ ചെയ്തിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ എന്തൊക്കെ പ്രവർത്തിക്കാൻ അവിടുത്തേക്ക് കഴിഞ്ഞോ ഇന്നും അതിൻ്റെ മുഴുമഹത്വത്തോടെ ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കൊതിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഒരു സമൂഹത്തെ തട്ടി എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. കൊതിയുള്ളൊരു സമൂഹം, കർത്താവുമായിട്ട് സ്നേഹമുള്ളൊരു സമൂഹം, ദൈവമായിട്ട് ആന്തരിക ബന്ധമുള്ളൊരു സമൂഹം, ആഴത്തിൽ കർത്താവുമായി പരിശുദ്ധാത്മാവുമായി കണക്ട് ചെയ്യുന്ന ഒരു സമൂഹങ്ങൾ പുറത്തു വരട്ടെ. അതിന് കൊതിയുണ്ട് കേട്ടോ, അതിന് അഭിവാഞ്ചയുണ്ട്. ഒരു ഫോമൽ ക്രിസ്ത്യൻ ലൈഫ് കൊണ്ട് കാര്യമില്ല, അതിന് വില കൊടുക്കണം. ഫോമൽ ക്രിസ്ത്യൻ ലൈഫ് കൊണ്ട് കാര്യമില്ല, അതിന് വില കൊടുക്കണം. അതിന് ചിലപ്പോൾ ജീവിതം എറിഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം എനിക്ക് ഞാൻ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ഒരു വിലയും കൊടുക്കണ്ട കേട്ടോ, ഒരു വിലയുടെ ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെ പോയാലും ഞാൻ കൊണ്ട് എൻ്റെ ലൈഫ് തീരാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഒരു വില കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കപ്പുറത്തേക്ക് ഒരു തലമുറയ്ക്ക് ചിലത് ഇമ്പാക്റ്റ് ചെയ്ത് കൈമാറി കൊടുക്കണം, ബാറ്റൺ കൈമാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വില കൊടുക്കണം, വില കൊടുക്കണം. ദൈവസഭകളോട് പറയുന്ന കർത്താവിൻ്റെ ദൂത് ദൈവ സാന്നിധ്യത്തായി അടുത്ത തലമുറകളിലേക്ക് കൈമാറി കൊടുക്കാതെ നമ്മൾ പോയാൽ നമ്മൾ ആരാധിച്ച് ഇന്ന് ഇംഗ്ലണ്ടിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ സംഭവിക്കുന്ന കാഴ്ചകൾ, അവിടെയുള്ള പള്ളികൾ വിൽക്കുക. പണ്ടാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ല, നേർക്കുനേർ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. പള്ളികൾ വിൽക്കപ്പെടുകയാണ്. വളരെ ധനവുമായിട്ട് കാത്തിരിക്കുന്ന ഒത്തിരി കൂട്ടങ്ങൾ അവിടെ ഉണ്ട്. ആര് ബിഡ് ചെയ്യുന്നതിനേക്കാളും ലക്ഷങ്ങൾ കൂടുതൽ ബിഡ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി മതസമൂഹങ്ങൾ അവർ കൈനീട്ടി കാത്തിരിക്കുക. ഒരു ക്രിസ്ത്യൻ ദേവാലയം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്ന് ബിഡ് ചെയ്യുന്ന സമൂഹം അവരാ. അങ്ങനെയുള്ള കാത്തിരിക്കുന്നവർ, അവരുടെ പോപ്പുലേഷൻ ഭയങ്കര ഇൻക്രീസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. സംഭവിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കെന്ത് പറ്റിപ്പോയി? നമുക്ക് സംഭവിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. തിരുസാന്നിധ്യത്തോടുള്ള കൊതി അകത്ത് പോയി. ഈ ദൈവ സാന്നിധ്യം അടുത്ത തലമുറകളെ സ്പർശിക്കുന്നതിനകത്തു നിന്ന് നമ്മൾ മടുത്തു പിന്മാറിപ്പോയി. നമ്മൾ ഒരു കാര്യത്തെ അതിൻ്റെ വില കുറച്ച് കണ്ടാൽ അടുത്ത സമൂഹം അതിൻ്റെ വില തിരിച്ചറിയാത്തതിനെ റിജക്റ്റ് ചെയ്ത് കളയും. നമ്മൾ ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് അടുത്ത തലമുറ റിജക്റ്റ് ചെയ്യും. ദൈവ സാന്നിധ്യത്തിന് വളരെ ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കപ്പെട്ടൊരു കാലഘട്ടത്തിനകത്ത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് ആ സെക്കൻഡറി സ്ഥാനം കൊടുത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് കൊതി അകത്ത് വന്ന് ജനം മടങ്ങി വന്നിട്ട് പറ, കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യവുമായിട്ട് ആഴത്തിലൊരു എൻകൗണ്ടർ നടക്കണം. ഇതൊരു സാധാരണ കാലഘട്ടമായി മാറരുത്. ഇതൊരു ദൈവ പ്രവൃത്തിയുടെയും ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ കാലഘട്ടമായി മാറണം. ഒരു സമൂഹം തിരിച്ചു വരുന്ന കാലഘട്ടമായി മാറണം. ഞാൻ വിശ്വസിക്കുന്നു ഇതുകൊണ്ടൊന്നും എന്നും പോയി അവസാനിക്കത്തൊന്നുമില്ല. കർത്താവ് ഒരു സമൂഹത്തെ തട്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ട്. കർത്താവ് ഒരു സമൂഹത്തെ തട്ടിയെഴുതും. അത് സംഘടനയുടെ ബാനറിനകത്തൊന്നുമല്ല, ഒരു സംഘടനയുടെയും ബാനറിനകത്തല്ല, ഒരു സമൂഹത്തെയും ബാനറിനകത്തല്ല, ഒരു സംഘടനയുടെയും ബാനറിനകത്തല്ല. മറിച്ച് ദൈവം തട്ടി എഴുന്നേൽപ്പിക്കുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നിൽക്കുന്ന ഒരു തലമുറയെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കും. അതൊരു ബാനറുമില്ലാതെ ദൈവഹിതത്തിനകത്ത് ഒരു തലമുറയെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കും. കർത്താവിനെ മാത്രം നോക്കുന്ന, ദൈവഹിതം മാത്രം നോക്കുന്ന, ദൈവവചനത്തെ മാത്രം നോക്കുന്ന, ദൈവാത്മാവിനെ മാത്രം നോക്കുന്ന, പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തെ എഴുന്നേൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ കൊതിക്കുന്നുണ്ട്. അന്തരാത്മാവിൽ എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കണക്ട് ചെയ്യുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. കർത്താവിനെ മാത്രം നോക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. ദൈവഹിതം മാത്രം നോക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. ദൈവ ഇഷ്ടത്തിനകത്ത് ചലിക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിനകത്ത് പുറത്തു വരണം. അമ്മമാർ, അപ്പന്മാർ പ്രാർത്ഥിക്കണം കേട്ടോ. മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പിൽ പ്രാർത്ഥിക്കണം, കർത്താവെ അങ്ങേ അറിയാൻ അവനെ പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഈ അടുത്ത ദിവസം മറ്റൊരു രാജ്യത്ത് നടന്ന ഒരു കോൺഫറൻസിനകത്ത് ഞാനവിടെ പങ്കെടുത്തു. കുറേ യങ്സ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കൊടുത്ത ആൾട്ടർ കോളിനകത്ത് ഒത്തിരി പേര് കരഞ്ഞുകൊണ്ട് ആലറി നിലവിളിച്ച് മുൻപോട്ട് വരുന്നത് ഞാൻ കണ്ടു. അതിനകത്ത് അതിനുശേഷം പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി മുൻപോട്ട് വന്നു.
ഈ മുൻപട്ടി വന്നതിനകത്ത് 13 വയസ്സുള്ളൊരു പെൺകുട്ടി എന്നോട് വന്ന് പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ട്. 3 വർഷമായിട്ട് ഈ പെൺകുട്ടി ഡിപ്രഷനകത്താണ്. 13 വയസ്സ് പ്രായം. 8.5 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ അപ്പനായി എൻ്റെ അകത്ത് വാള് പോലെ വന്നൊരു ദൂത. അത് 13 വയസ്സുള്ള കുഞ്ഞ് പറയുന്നു 3 വർഷമായിട്ട് അവൾ ഡിപ്രഷനാണ്. അടുത്തൊരു 4 വട്ടം അവൾ സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയെന്ന്. 4 വട്ടം സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തി. അന്ന് അവൾ ആലറിക്കറിഞ്ഞിട്ട് പറയുന്നു, എൻ്റെ പാസ്റ്ററെ ഞാൻ 10ാമത്തെ വയസ്സ് തൊട്ട് ഡിപ്രഷനകത്ത്. അവൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അവൾക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. അവൾ ചർച്ചിനകത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ, അവൾ ചർച്ചിനകത്തുണ്ട്. പക്ഷേ ചർച്ചിലുള്ളവർ പോലും അവളുടെ തലം തിരിച്ചറിഞ്ഞില്ല. സഭയ്ക്കകത്തുള്ളവർ പോലും അവിടെ തലം തിരിച്ചറിഞ്ഞില്ല. ആ കുഞ്ഞ് എപ്പോഴോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവൾ തകർന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അവൾ ജീവിതം അവസാനിച്ചില്ല. കർത്താവിൻ്റെ സ്നേഹവും പദ്ധതിയും അവിടെ മേൽ ഉള്ളത് കൊണ്ട് അവൾ പുറത്തു വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞത്, ഒത്തിരി തകർന്ന സമൂഹങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എന്താണ് അവിടെ നടക്കേണ്ടത്? ആത്മാവിനാൽ തലമുറ തൊടപ്പെടട്ടെ. മറ്റൊരു പെൺകുട്ടിയുമായി ഒക്കെ 14 വയസ്സ് പ്രായം, അവിടെ അപ്പനും അമ്മയും കൂടെ വന്നത്. ഈ അപ്പനോട് പറഞ്ഞൊരു പദമുണ്ട്. ഈ പെൺകുട്ടി പെട്ടെന്ന് ഡ്രാസ്റ്റിക്കലി അവർക്കൊരു മാറ്റം വന്നു. അവൾ ജാപ്പനീസ് പാട്ട്, അവൾ ചൈനീസ് പാട്ട്, സ്പാനിഷ് ലാംഗ്വേജുകളിൽ അവൾ പാട്ട് പാടുന്നു. എന്താ പാടുന്നതെന്ന് അപ്പൻ അറിയത്തില്ല, അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്ത് ടീഷർട്ടുകളൊക്കെ വരുത്തുന്നു, വീട്ടിൽ ധരിക്കുന്നു. പക്ഷേ ഇത് പലതുമുള്ള ലാംഗ്വേജ് ഇവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നീട് മനസ്സിലായി ഇതിനകത്ത് എഴുതി വെച്ചത് ദൈവമില്ല. ഈ പാട്ട് ദൈവമില്ല. ഈ പാട്ടുകൾ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പിന്നീടാണ് അതിൻ്റെ ഡേഞ്ചർ മനസ്സിലായത്. ഇവിടെ കൂടി നിൽക്കുന്ന കൂട്ടുകാർ പറഞ്ഞത്, ഞാൻ രാവിലെ പറഞ്ഞ, നിന്റെ ജീവിതത്തിന് ദൈവം, നിനക്ക് മാത്രമാണ് അധികാരമുള്ളത്. ആ ജീവിതം എടുക്കാൻ നിനക്ക് തന്നെ കഴിയും. ആത്മഹത്യ പ്രേരണകൾ കൊടുത്തു. ഇവൾ സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഭാഗ്യവശാൽ ആ കുഞ്ഞിൻ്റെ അപ്പൻ അവിടേക്ക് വന്നതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. അവളെ അന്ന് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് കഴിയുന്നില്ല, എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അന്ന് അപകടകരമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഇതൊരു വല്ലാത്ത വ്യാപാരമാണ്. ഇതെല്ലാം ദൈവസഭയ്ക്കകത്താണെന്ന് ഓർക്കണം, ദൈവസഭകൾക്കകത്താണെന്ന് ഓർക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇതിനെ ആര് അഡ്രസ്സ് ചെയ്യും? കൗൺസിലേഴ്സ് അഡ്രസ്സ് ചെയ്യുമോ? ഇല്ല, ദൈവസഭ അഡ്രസ്സ് ചെയ്യണം. ദൈവസഭയ്ക്കകത്ത് ഇറങ്ങുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണം. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ശക്തി കൊണ്ട് ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എത്രത്തോളം നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒരു പരിമിതിക്ക് അപ്പുറത്തേക്ക് അവരുടെ വേൾഡിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവരുടെ തോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവരുടെ ആശയങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അവരുടെ പിൻപിലുള്ള എന്താണ് അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവരുടെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇതൊന്നും നിങ്ങൾക്ക് പിടികിട്ടത്തില്ല. പക്ഷെ ഒരൊറ്റ കാര്യം പറയാം, പരിശുദ്ധാത്മാവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ, ആഴത്തിലുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ മാത്രമേ തലമുറകൾ സ്പർശിക്കപ്പെടത്തുള്ളെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നെങ്കിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവ സാന്നിധ്യം എൻ്റെ തലമുറയെ എൻകൗണ്ടർ ചെയ്യണം. മറ്റൊന്നും സൗകര്യങ്ങൾ എൻ്റെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ദൈവ സാന്നിധ്യം എൻ്റെ തലമുറ എക്സ്പീരിയൻസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ തരണമെന്ന് കൊതിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അപ്പനുമായിട്ടുള്ള ആഴമായ ബന്ധത്തിനകത്തേക്ക് എൻ്റെ തലമുറയെ അങ്ങ് കൊണ്ടുപോകണം. ഇനി ഒരു കാര്യം പറയാം, ഇത് ഈ ഒരു 15, 10, 15, 20 വയസ്സുള്ളവരുടെ കാര്യം മാത്രമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഇവിടുന്ന് ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്ത് പല രാജ്യങ്ങൾ പോകുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, ആരാധനാലയത്തിൽ കയറാത്ത ഒത്തിരി പേരുണ്ട്. ആരാധനാലയത്തിനകത്ത് കയറാത്ത ഒരുവരുണ്ട്. അപ്പനും അമ്മയൊക്കെ നാട്ടിൽ ഭയങ്കര അഭിമാനത്തോടെ മക്കൾ ഇന്ന സ്ഥലത്താന്ന് പറയും. പക്ഷേ അവർ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ പലയിടത്തും പോകുന്നുണ്ട്. എല്ലാവരുടെയും കേസല്ല പറഞ്ഞു, ഞാനൊരു ന്യൂനപക്ഷത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നത്. ഒരു ന്യൂനപക്ഷത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും ഡേഞ്ചർ ഉണ്ടെന്നാണ്. അത് UK-യിലുമുണ്ട്, അത് ജർമ്മനിയിലുമുണ്ട്, അത് ഓസ്ട്രേലിയയിലുമുണ്ട്, അത് കാനഡയിലുമുണ്ട്, അത് US-ലുമുണ്ട്. എല്ലായിടത്തും ഡേഞ്ചർ ഉണ്ട്. ആരും ഒരു മേഖലയിൽ സേഫ് അല്ല. ഇവിടെ എല്ലാം വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. US-ൽ വെച്ച് ഒരു അപ്പൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഏതാണ്ട് 80കളിൽ ആ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട മനുഷ്യനാണ്. 80കളിൽ ആ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു. ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ വന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ഒരു വാശിയായിരുന്നു. എനിക്കെൻ്റെ ലൈഫിനകത്ത് മേച്ചമാകണം, നാട്ടിലുള്ള സാഹചര്യങ്ങളൊക്കെ മാറണം, എനിക്ക് ഭയങ്കര അഭിവൃദ്ധി നേടണം, എൻ്റെ മക്കളെ ഉന്നത അവസ്ഥയ്ക്കകത്ത് എത്തിക്കണം. ഭയങ്കര ഓട്ടമാണ്. 2 ഡ്യൂട്ടി 3 ഡ്യൂട്ടിയൊക്കെ ഈ മനുഷ്യൻ ചെയ്തു. ഉറങ്ങുന്നത് 4 മണിക്കൂർ മാത്രമാണ്. ഓടി നടന്ന് ഫാമിലിയുമായിട്ട് ആ കുടുംബമായിട്ടൊന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ തനിക്ക് പലയിടത്തും കഴിഞ്ഞില്ല. ഓടി നടന്ന് അധ്വാനിച്ചു. ഭയങ്കര കുറെ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഒരു മില്യണറായി മാറി. ഭയങ്കര രീതിയിൽ സൗഭാഗ്യങ്ങൾ മുഴുവൻ വന്നു. 2 വീടുകൾ തനിക്കുണ്ട്. എല്ലാം കഴിഞ്ഞു. മകന് 18 വയസ്സ് പ്രായമായപ്പം ഈ ചെറുക്കൻ ഇളയവൻ അവൻ പറഞ്ഞു, എനിക്ക് അപ്പൻ്റെ ഒരു വകയും വേണ്ട, ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാന്ന്. 18ാമത്തെ വയസ്സിൽ അവൻ വീട് വിട്ടിറങ്ങിപ്പോയി. അപ്പൻ്റെ കൺമുമ്പിൽ തുടങ്ങിയ സമയത്താണ് ഈ അപ്പന് മനസ്സിലാക്കിയത്, ഇത്രയും നാളും ഓടിയതും നേടിയെടുത്ത ഡോളറും ഒക്കെ വെറുതെ ആയിപ്പോയെന്ന്.
കാരണം കർത്താവിന് കൊടുക്കേണ്ട സമയത്ത് പോലും ദൈവസാന്നിധ്യത്തിന് മുമ്പിൽ പോലും വരാതെ, ആരാധനയ്ക്ക് പോലും വരാതെ, ആ ഞായറാഴ്ച ഡബിൾ പേയ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് പോയി ഡബിൾ ഡ്യൂട്ടി എടുത്തിട്ട് ഞായറാഴ്ച ഡ്യൂട്ടി ചെയ്ത് ആ കാര്യത്തിന് വേണ്ടി പോയി അവസാനം തലമുറ പറഞ്ഞ് എനിക്ക് അപ്പൻ്റെ നന്മയും വേണ്ട, അപ്പൻ്റെ ഡോളറും വേണ്ട, അപ്പൻ്റെ വീടും വേണ്ട, എനിക്കുള്ളത് ഞാൻ ഐ വിൽ ഏൺ. അവന് ചങ്കൂറ്റമുണ്ട്. അവൻ പറയുക ഞാൻ ഏൺ ചെയ്തോളാം, എനിക്ക് അപ്പൻ്റെതൊന്നും വേണ്ട. അപകടം തിരിച്ചറിഞ്ഞു. അന്ന് ആ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പാസ്റ്ററെ അന്ന് തിരിഞ്ഞു എൻ്റെ എല്ലാ ഓട്ടോ എന്ന് പറഞ്ഞു. ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ആ പിതാവ് പ്രയോജനപ്പെടുന്നുണ്ട്. അദ്ദേഹം തനിക്ക് ലഭിക്കപ്പെടുന്ന മുഴുവൻ നന്മയും ദൈവരാജ്യത്തിന് വേണ്ടി വാരി വിതറുന്നുണ്ട്. കാരണം താൻ ഒരു കാര്യം മനസ്സിലായി, ഓടിയതും അധ്വാനിച്ചതുമൊക്കെ വെറുതെയായിരുന്നെന്ന്. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഓടുന്നു, വല്ലാതെ വിചാരപ്പെടുന്നു, പക്ഷെ കർത്താവിനെ കൂടാതെയുള്ള ഓട്ടം എത്തിച്ചു നിർത്തുന്നത് ഇങ്ങനെയുള്ള ചില ശൂന്യതയുടെ തലത്തിലാന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് രാത്രി കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്തെ കോടി വരണം കേട്ടോ. എനിക്കെന്തുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ ഫിലോസഫിക്കൽ നോളജ് കൊണ്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവിനൊരു തലമുറയെ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ പാഴാക്കിക്കൊണ്ടിരിക്കുക. എത്ര പേര് ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇതൊരു ദൂതായിട്ട് തിരിച്ചറിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? കർത്താവേ, ആഴത്തിൽ അങ്ങയുടെ ആത്മാവിനെ എൻകൗണ്ടർ ചെയ്യണം, പരിശുദ്ധാത്മാവ് എന്നെ എൻകൗണ്ടർ ചെയ്യണം. എൻ്റെ ലൈഫിനകത്ത്, എൻ്റെ സ്പിരിച്വാലിറ്റിക്കകത്ത് ഒരു പൊളിച്ചെടുത്ത് സംഭവിക്കണം. ദൈവ സമൂഹത്തിനകത്ത്, സ്പിരിച്വാലിറ്റിക്കകത്ത് ഒരു പൊളിച്ചെടുത്ത് സംഭവിക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തെ ആഴത്തിൽ അടുത്തു വരുന്നൊരു തലമുണ്ടായാൽ മാത്രമേ നമുക്ക് ആത്മാവിൽ ജനത്തെ സ്പർശിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മേലുള്ള വിളി എവിടെ? നമ്മുടെ മേൽ കിടക്കുന്ന പദ്ധതി എവിടെ? നമ്മുടെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ പ്ലാൻ എവിടെ? എൻ്റെ പ്രിയരെ, ആ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ സംഘടിപ്പിച്ചത് കൊണ്ട് പ്രാർത്ഥനയ്ക്കകത്ത് വരുന്നതല്ല വിളി. ആ പ്രാർത്ഥനയ്ക്കകത്ത് വെച്ച് നമ്മുടെ മേലുള്ള പദ്ധതി തിരിച്ചറിയുന്നതാ ദൈവത്തിൻ്റെ പ്ലാൻ. ആ പ്രാർത്ഥനയെ ഞാൻ അറ്റൻഡ് ചെയ്തു എന്നതിലല്ല ദൈവത്തിൻ്റെ റിവാർഡ്, അതിനകത്ത് നിങ്ങൾ തിരുത്തപ്പെട്ടു എന്നല്ല റിവാർഡ്. അതിനകത്ത് നിങ്ങൾ ദൈവത്തിൻ്റെ കോളിനകത്തേക്ക് മടങ്ങി വന്നു എന്നതിനാണ് നിങ്ങളുടെ റിവാർഡ്. നിങ്ങളുടെ ഓരോരുത്തരുമേലും കിടക്കുന്ന ദൈവത്തിൻ്റെ വിളിക്കകത്തവിടെ നിൽക്കുന്നത്, പേഴ്സണൽ ബന്ധത്തിനകത്തവിടെ കിടക്കുന്നത്. കർത്താവുമായിട്ടുള്ള സാന്നിധ്യത്തെ ഏറ്റവും പേഴ്സണലി അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ചർച്ചിനകത്ത് അനുഭവിക്കുന്ന സാന്നിധ്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പോകുന്ന എല്ലാ വഴികളിലും ഈ സാന്നിധ്യം കൂടെ വരുന്നുണ്ടോ? ഈ ചർച്ചിനകത്ത് വെളിപ്പെടുന്ന ഒരല്പമായ മണിക്കൂറുകൾക്കകത്ത് വെളിപ്പെടുന്ന ദൈവസാന്നിധ്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോകുന്ന എല്ലാ വഴികളിലും ഈ ദൈവസാന്നിധ്യം നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? ഞാൻ ഒരു വഴി കടത്തി അങ്ങ് പറയും. ചിലപ്പോൾ ഈ ദൈവസാന്നിധ്യം നമ്മൾ ആഴത്തിൽ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്ലീപ്പിനകത്ത് പോലും, നമ്മുടെ ഉറക്കത്തിനകത്ത് പോലും, നമ്മുടെ ഡ്രീമിനകത്ത് പോലും ഈ പരിശുദ്ധാത്മാവ് നമ്മളെ മിനിസ്റ്റർ ചെയ്ത് തുടങ്ങും. നമ്മൾ കാണുന്ന കാഴ്ചകൾക്കകത്ത് മിനിസ്റ്റർ ചെയ്ത് തുടങ്ങും. നമ്മൾ പോകുന്ന വഴികൾക്കകത്ത് മിനിസ്റ്റർ ചെയ്ത് തുടങ്ങും. അവിടെ നമുക്ക് മനസ്സിലാകും, ഇനി ആത്മാവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവ സാന്നിധ്യത്തെ കോംപ്രമൈസ് ചെയ്തിട്ട് എൻ്റെ ലൈഫിനകത്ത് ഒന്നുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം രൂപപ്പെടുമെങ്കിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ഒരു പൊത്തുപരത്തൽ ആത്മീയതയ്ക്ക് അപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവ് എല്ലാ മേഖലകളിലും എന്നെ കണക്ട് ചെയ്യുന്ന, എല്ലാ മേഖലകളിലും എന്നെ ഒരുക്കുന്ന ഒരു തലം. ജീസസ്, ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുന്ന ഒരു തലം. ഞാൻ ആ മോശ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. എല്ലായിടത്തും മോശയ്ക്ക് കൊതിയുണ്ട്. ഒരിക്കലും കൊതി കുറഞ്ഞു പോയില്ല. എല്ലായിടത്തും അവൻ്റെ അകത്ത് അവനെ നയിച്ചത് ആ കൊതിയായിരുന്നു. നിങ്ങൾ നോക്കിയാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, മോശയോട് ദൈവം അഭിമുഖമായിട്ട് സംസാരിച്ചു, ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു, ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. അവൻ ആ ടെൻറ്റ് ഓഫ് മീറ്റിംഗ് അടിച്ച് ദൂരെ കൊണ്ടുപോയിട്ട് അവിടെ ദൈവത്തിൻ്റെ മേഘം ഇറങ്ങി വന്നു. ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുക. ജനം അവിടെ വന്നിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെ വന്നിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദൈവം അപ്രൂവ് ചെയ്തു, മോശയോട് കൂടെ ഞാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാലും നമ്മളൊക്കെ പറയാം ഇത്രയും അനുഭവം അവൻ്റെ അകത്തുണ്ടല്ലോ. പക്ഷെ എന്നിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ പറയുന്നു, കർത്താവേ, അങ്ങ് എന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, അങ്ങക്ക് എന്നോട് കൃപ തോന്നിയിരിക്കുന്നു. അവൻ അതിനകത്തുനിന്ന് ഒട്ടും പുറകോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. താൻ പറഞ്ഞ്, കർത്താവ്, ഞാൻ ഒറ്റക്കല്ല ഇറങ്ങിയത്, ഞാൻ ഈ ജനവുമായിട്ട് ഇറങ്ങിയത്. ഞാൻ പോകുന്നെങ്കിൽ ഈ ജനവുമായിട്ടേ പോകത്തുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് കനാൻ വേണ്ട, ഞാൻ പോകുന്നെങ്കിൽ ഈ ജനവുമായിട്ട് മാത്രമേ പോരത്തുള്ളൂ. ഇതൊരു ദൈവസഭയുടെ കരച്ചിലാണ്. ദൈവസഭയുടെ ഒരു കരച്ചിലാകണം. ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ഞങ്ങളുടെ ജനം മുഴുവൻ അത് അനുഭവിക്കണം. എൻ്റെ കുടുംബത്തിനകത്തുനിന്ന് എനിക്ക് ഒറ്റയ്ക്ക് വിടുതൽ പ്രാപിക്കേണ്ട, എനിക്ക് എൻ്റെ കുടുംബം മുഴുവനും ആ വിടുതലിനകത്തേക്ക് വരണം. രാത്രി ഈ കൊതി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അവൻ പറഞ്ഞു, തിരു സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. അവൻ ഒറ്റയ്ക്കല്ല ഡെലിവറി ചെയ്യപ്പെടേണ്ടത്. അവൻ ആ കുടുംബം മുഴുവൻ, ആ ദേശം മുഴുവൻ, ആ ജനം മുഴുവൻ വിടുവിക്കപ്പെടണമെങ്കിൽ കൊതി നിങ്ങളുടെ അകത്തുണ്ടോ? ഒരു ഘട്ടത്തിൽ ദൈവം അവനോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. അവന് പേഴ്സണലി പറഞ്ഞു, മോനെ നീ ധൈര്യത്തോടെ പൊക്കോ, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ വരും. അത് കഴിഞ്ഞിട്ടുള്ള വാക്യം എഴുതി വെച്ചത് അവൻ പറഞ്ഞു, തിരു സാന്നിധ്യം കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതെന്ന്.
അവൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്ക് വേണ്ട ദൈവമേ, ഞങ്ങൾ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ജനത്തിന് മുഴുവൻ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കണം, അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി മുഴുവൻ വെളിപ്പെടണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ഇങ്ങനൊരു കൊതി നമ്മുടെ അന്തരാത്മാവിനകത്തുണ്ടോ? ഞങ്ങൾക്ക് മുഴുവനായിട്ട് അനുഭവിക്കാൻ പാകത്തിനൊരു ദൈവിക കൊതി നമ്മുടെ അകത്തുണ്ടോ? പാഷൻ നഷ്ടപ്പെട്ടു പോയാൽ പ്രിയരെ, നമ്മുടെ ആത്മീയതയ്ക്ക് ആ വിലയില്ലാതായി പോവും. പാഷൻ നഷ്ടപ്പെട്ടു പോയാൽ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് ആവേശമില്ല, ഒരു ജോലിയോട് നിങ്ങൾക്ക് ആവേശമില്ല, നിങ്ങൾ അതിനകത്തൊരു ഫെയിലിയറായി മാറും. ഒരു ജോലിയോട് നിങ്ങൾക്ക് കൊതിയില്ലെങ്കിൽ, അതിനകത്ത് ലഭിക്കുന്ന സാലറി മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എങ്ങനെങ്കിലും ദിവസം കഴിയണമെന്ന് മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കത്തുള്ളൂ. പക്ഷേ ആ കാര്യത്തിനകത്ത് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് പുതിയത് എക്സ്പ്ലോർ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ആത്മീയതയ്ക്കകത്തൊരു പാഷനുണ്ടോ? കർത്താവിനെ അറിയുന്നതിനകത്തൊരു പാഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എത്ര സഭകൾ സ്ഥാപിച്ചു, എത്ര രോഗികൾ സൗഖ്യമായി, എത്ര അത്ഭുതങ്ങൾ നടന്നു, എത്ര ദേശത്ത് പോയി. താങ്കളുടെ അകത്ത് കൊതിയുണ്ടോ? പൗലോസ് പറഞ്ഞു, ഇപ്പോഴും കൊതിയുണ്ട്. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നു, നല്ലൊരു വയസ്സന ടിപ്പായിരിക്കുന്നു, പക്ഷെ തൻ്റെ കൊതി താൻ പറഞ്ഞു, ഐ വാണ്ട് ടു നോ ഹിം, ഐ വാണ്ട് ടു നോ ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, ഐ വാണ്ട് ടു നോ ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിങ്. എനിക്ക് അവനെ അറിയണം, അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയണം, അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കണം. കാലം എത്ര കഴിഞ്ഞിട്ട് കൊതി അകത്തുനിന്ന് പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, കർത്താവിനെ അറിയുന്നതിനകത്ത് നിങ്ങളുടെ അകത്ത് കൊതി വർദ്ധിച്ചിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഒരു സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുകയാണോ? പണ്ടറിഞ്ഞത് മാത്രമേ ഇപ്പോഴും അറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ദൈവകൃപയുടെ പുത്തൻ തലങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്തത്, ഇതുവരെ നിങ്ങൾ കേൾക്കാത്തത്, ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്തത്, ഇതുവരെ നിങ്ങൾ ശുശ്രൂഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ശുശ്രൂഷിക്കുവാൻ, നിങ്ങൾക്ക് കർത്താവിനെ അറിയാൻ, കർത്താവിനെ അനുഭവിക്കാൻ സ്വർഗം നിങ്ങളുടെ കരം പിടിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇതുവരെ ഞാൻ അനുഭവിക്കാത്ത നിലയിൽ, ഇതുവരെ ഞാൻ കാണാത്ത നിലയിൽ, ഇതുവരെ ഞാൻ ശുശ്രൂഷിക്കാത്ത നിലയിൽ, ഇതുവരെ എനിക്ക് വെളിപ്പെടാത്ത നിലയിൽ ദൈവ സാന്നിധ്യം എനിക്ക് വേണ്ടി വെളിപ്പെടണമെന്ന് കൊതിച്ചാഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിങ്ങൾക്ക് വേണ്ടി ആ ദൈവത്തിന്റെ കരം ചലിക്കും. ഇത് നിങ്ങളിലേക്ക് മാത്രമല്ല, ഇതൊരു തലമുറകളിലേക്ക് ഇമ്പാക്ട് ചെയ്യാൻ കഴിയത്തക്ക നിലവാരങ്ങളിൽ ദൈവകൃപ വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ആ ദൈവകൃപയുടെ ഒരു വ്യാപാരം, ദൈവകൃപയുടെ ഒരു വ്യാപാരം, അത് എന്നിൽ മാത്രമല്ല, എന്നിൽ ആ തിങ്ങി നിറയുന്ന ദൈവ സാന്നിധ്യം എന്നിലേക്കും എൻ്റെ തലമുറകളിലേക്കും. രാത്രി പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, ആഴത്തലത്തിൽ നിലവിളിയുടെ തലം ഉയരട്ടെ. ഒരു അപകടങ്ങളെ നിങ്ങൾ ഏറ്റവും ജെനുവിനായിട്ട് തിരിച്ചറിയുന്നെങ്കിൽ ഇതൊരു ആത്മാവിലുള്ള പോരാട്ടത്തിന്റെ സമയമായി മാറട്ടെ, ഇതൊരു ആത്മാവിലുള്ള പോരാട്ടത്തിന്റെ സമയമായി മാറട്ടെ. ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്ന ജനം ആത്മാവിൽ നിന്ന് പോരാടുന്ന നിമിഷങ്ങളായി മാറട്ടെ. നമുക്ക് വേണ്ടി മാത്രമല്ല, മോശ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി പോരാടിയതുപോലെ ഇന്ന് രാത്രി കൃപ ലഭിച്ച അപ്പന്മാർ, കൃപ ലഭിച്ച അമ്മമാർ ഇന്ന് രാത്രി അങ്ങനെ ഒരു ആത്മീക പോരാട്ടത്തിന് വേണ്ടി time for a spiritual battle, time for a spiritual battle, time for a spiritual encounter. നിരാത്രി ജനത്തിന് വേണ്ടി അങ്ങനെ ഒരു ദൈവത്തിന്റെ കരം ചാലിക്കട്ടെ, ദൈവകരം അങ്ങനെ ചാലിക്കട്ടെ. ഇത് അസാധാരണമായ ഒരു ദൈവിക എൻകൗണ്ടർ രാത്രിയായി മാറട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുഴുവനായി ആളത്തപരമായി മാറ്റം വരുത്തുന്ന അസാധാരണമായ അറിയാൻ, അനുഭവിക്കാൻ കൊതിയുള്ളവർ ഇന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ. കൊതിയുള്ളവർ മടുപ്പുകൾ മാറുന്ന രാത്രിയാകട്ടെ, മടുപ്പുകൾ മാറുന്ന രാത്രിയാകട്ടെ, നിരാശകൾ മാറുന്ന രാത്രിയാകട്ടെ. ആത്മിക ജീവിതത്തിനകത്തെ മടുപ്പുകൾ മാറട്ടെ, സ്പിരിച്വൽ ലൈഫിനകത്തെ മടുപ്പുകൾ മാറട്ടെ, ആത്മിക ക്ഷീണങ്ങൾ മാറട്ടെ. ഒരു ദൈവത്തിന്റെ എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുന്ന ഒരു അസാധാരണത്വം നിറഞ്ഞ ഇന്ന് രാത്രി ആത്മാവിനകത്ത് ചലിക്കുക, ഈ അന്തരീക്ഷത്തിന്മേൽ ദൈവശക്തി വ്യാപരിച്ചടങ്ങുക. ചില ശരീരങ്ങളുടെ മേൽ ദൈവകരം ഇന്ന് രാത്രി തൊടുന്ന നിമിഷങ്ങളാണ്. ചില പുതുക്കത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ദൈവശക്തിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ആഴത്തുള്ള ആത്മാ ഇടപെടലേക്ക് നയിക്കുന്ന ക്ഷീണിച്ച ജലത്തിനെ ഇന്ന് രാത്രി ദൈവം തട്ടി എഴുന്നേൽപ്പിക്കുക. ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ നൈറ്റ്, a night of God's encounter in your life. ദൈവത്തിന്റെ എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുന്ന ഒരു പരിശുദ്ധമായ എൻകൗണ്ടറിന്റെ രാത്രിയായത്, ഒരു ആത്മാവിന്റെ നിയോഗത്തിന്റെ രാത്രിയായത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആകമാനം ആളത്തപരമായി ചലിപ്പിക്കുന്ന
Lababa Shatariandara Arbaliandara Sharathana Prabandharadia Tirjania Smaradhana Prabandhala Regatinia Smaretiria Arbaniandana Shamathana Prabanagatana Thena Siathana Shirichirika the Belapanata Shirichirika the Belapanata Atmiga my Waranda Kaligal Atmiga my Waranda Kaigal Atmiga my Talarna Mudangaligal Atmiga my Udanya Atmiga Avayabangal Rala Tara Sanderia Kama Rama Sithiriandana Arbania Jala Tel Barkas Bara Tele Prabania Ladara Jana Prabaria Parishuddhamma അസാധാരണമായി ഇന്ന് രാത്രി ചലിക്കുക അസാധാരണമായി പരിശുദ്ധാത്മാവ് ചലിക്കുക ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന ചില കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്ന ദുരാത്മ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവനാമത്തിന്റെ ശക്തിയാൽ ദൈവിക അധികാരത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ചിലതൊക്കെ നിരായുധമാകപ്പെടുന്ന അസാധാരണമായി ചിലത് പിടിച്ചടക്കപ്പെടുന്ന Arbanian Jenas Mary Kelly Dinia Ragathanadi Ardalia Jena Dena Prabandhana Sara Prabaria Arthani Yarkama Smara Talgasia Thanadia. It's a day but in a move in the Datria. It's a day but in a move in the Datria. It's the Holy Spirit in the channel of the Datria. They were signing that I ate from Aratil Kodik in the channel. Either by the Anibovichanekal, either by the Anibovichanekal, the Mandarat Navi. നിങ്ങളുടെ അന്തരാത്മാവിൽ സ്വാതന്ത്ര്യം തരുന്ന തീരാജാസാധാനിയ രഗധന പ്രഭജല ധനാധിയ ആർത്തികശ്ബല ധല പ്രഭഞ്ജരെ സെരെ ധനേരിയ സ്വാതന്ത്ര്യം ചലിക്കപ്പെടട്ടെ സ്വാതന്ത്ര്യം ചലിക്കപ്പെടട്ടെ അകത്തൊരു കോതി വർദ്ധിക്കട്ടെ ദൈവ സാന്നിധ്യത്തെ എനിക്കേറെ അനുഭവിക്കണമെന്ന കോതി നിങ്ങളുടെ അകത്ത് വർദ്ധിക്കട്ടെ ദൈവ സാന്നിധ്യത്തെ എനിക്കേറെ അനുഭവിക്കണമെന്നൊരു കോതി അകത്ത് വർദ്ധിക്കട്ടെ Jana Prabandhara Shamdil Praberia Tel Kanadara Shasiathara Lagadigatana Yardala Samatharia Tel Prabandhara Sharathala Rama Ardinian Charis Manathala Prabandhara Degal Kanerigas Manadiri Ardiniya Sara Prabandhara Regas Satirial Kanaramasi Ardania Thara Mahusvia Tel Prabanadia Thala Oh Railias Bara Prabandhara Regatinia Thararia ചിലതൊക്കെ ആഴിയുന്ന രാത്രിയാകട്ടെ ചിലതൊക്കെ ആഴിയുന്ന രാത്രിയാകട്ടെ ചിലതൊക്കെ ആത്മമണ്ഡലത്തിൽ ആഴിയുന്ന രാത്രിയാകട്ടെ ആത്മമണ്ഡലത്തിൽ ചിലതൊക്കെ ആഴിയുന്ന രാത്രിയാകട്ടെ ഇന്ന് രാത്രി സകല പൈശാചിക മണ്ഡലങ്ങൾ ദുരാത്മ മണ്ഡലങ്ങൾ യേശുവിന്റെ അധികാരത്താൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ദൈവ സാന്നിധ്യത്തിന്റെ തികവിനാൽ ഇന്ന് രാത്രി ചിലതൊക്കെ ആഴിയട്ടെ ചിലതൊക്കെ ആഴിയട്ടെ ചിലതൊക്കെ ആഴിയട്ടെ യെസ് Arbara Chasikara Nadia Ardhania Rabas Sajhalkanedia Rathala Deva Parignanata Chaladaka Pidichaka Ratriagata Deva Parignanata Chalada Megala Pidichaka Ratriagata Warren Atmiga the Putanatia and the Yomedi Warren Atmiga the Yudajala Atia and Matrijala Putan Oh Deva Novina Naravinde Atia ഉടൽ കമനവംശേ ഇന്ന് രാത്രി ഗൗരവമായിട്ട് ഈ ദൂതിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ദൈവ സാന്നിധ്യത്തിന് നിങ്ങൾക്ക് കൊതിയുണ്ടോ? കർത്താവിനോടൊപ്പം നടക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? വരണ്ട ആത്മീയതയല്ല വിഷയം. പല മേഖലയിൽ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നത് നമ്മളറിയാത്തൊരു തൃപ്തി നമ്മുടെ അകത്തങ്ങ് തന്നു. നമ്മളറിയാത്തൊരു തൃപ്തി നമ്മുടെ അകത്തങ്ങ് തന്നു. ഞാൻ സോക്കോൾഡ് ഓക്കെ ആണെന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്തേക്ക് അങ്ങിട്ട് തന്നു. ഇനി ഇതിനപ്പുറത്തോട്ട് ഒന്നും വേണ്ടെന്ന്, ഇങ്ങനൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന്. എൻ്റെ ബ്രദറെ പറ്റത്തില്ല. ജീസസ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കൊതിക്കുന്നെങ്കിൽ ഈ തൃപ്തി കൊണ്ട് നടക്കത്തില്ല മോനെ.
നീ കർത്താവോട്ട് അടുത്തേ പറ്റത്തുള്ളൂ. നീ കർത്താവോട്ട് അടുത്തേ പറ്റത്തുള്ളൂ. നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചേ പറ്റൂ. അതായത് പ്രായത്തിലും പ്രാപിച്ചേ പറ്റൂ. വയസ്സനായ ഒരു മനുഷ്യനെ പറഞ്ഞത് എനിക്ക് കർത്താവിനെ അനുഭവിക്കണമെന്ന്. കൊതി അകത്തൊന്നും അടയപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് അകത്തെ കൊതി അങ്ങ് എടുത്തു കളഞ്ഞു. ഇന്നർ തേസ്റ്റ് പോയി, ഇന്നർ അർജു പോയി, അകത്തെ കൊതി പോയി. കൊതി പോയി ആത്മീകത അപകടമാണ്. യാന്ത്രികതയാണ് പിന്നെ അതിനകത്ത് സംഭവിക്കുന്നത്. യാന്ത്രികമായ ആത്മീകതയുടെ പ്രത്യേകത ഇത് അവസാനം ഇടിച്ചു നിൽക്കുന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ പോലും അറിയുന്നില്ല നമ്മൾ അപകടത്തിലാണെന്ന്. നമ്മൾ പോലും തിരിച്ചറിയുന്നില്ല നമ്മൾ ഡേഞ്ചർ സോണിലാണെന്ന്. നമ്മുടെ മുമ്പിലൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് നമ്മുടെ വണ്ടിൻ്റെ എൻജിൻ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് മനസ്സിലായി ആ എൻജിൻ്റെ ലൈറ്റ് കത്തിക്കിടന്നാൽ അതിൻ്റെ തെളിവ് എത്രയും പെട്ടെന്ന് സർവീസ് സെൻ്ററിനകത്ത് പോകണം. പക്ഷെ നമ്മൾ നല്ല തിരക്കായതുകൊണ്ട് നമ്മളങ്ങ് അവഗണിച്ചു. 10 ദിവസം അവഗണിച്ചു. 11ാമത്തെ ദിവസം വണ്ടി സ്റ്റാർട്ടായില്ല. വണ്ടി BMW ആ. BMW കമ്പനി, ജർമ്മൻ കമ്പനിയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. 10 ദിവസം മുമ്പിൽ കാണിച്ചത് അപകടത്തിലാണ്. ഈ 10 ദിവസത്തിനകത്ത് ഒരു 2 മണിക്കൂർ മാറ്റി വെച്ച് ആ സർവീസ് സെൻ്ററിനകത്തൊന്ന് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നെങ്കിൽ ഇത് നിന്നു പോകത്തില്ലായിരുന്നു. സ്പിരിച്വൽ ലൈഫിനകത്ത് വണ്ടി ഓടുന്നുണ്ട്. ഈ 10 ദിവസവും വണ്ടി ഓടുന്നുണ്ട്. നാട്ടുകാർ നോക്കുന്ന ഒറ്റ നാട്ടുകാർക്കും ഈ എൻജിൻ ബ്ലിങ്ക് ചെയ്യുന്ന കാണുന്നില്ല. പക്ഷെ 11ാമത്തെ ദിവസം വഴി കിടക്കുന്ന ഈ വണ്ടി എല്ലാവരും കണ്ടു. ഓടുന്ന പല വണ്ടികൾക്കകത്തും എൻജിൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ചില എൻജിൻ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. വണ്ടി ഇപ്പോഴും ഓടുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ അടുത്ത ക്രൈസിസ് വെളിപ്പെടുത്തും എവിടായിരുന്നു ബന്ധമെന്ന്. ചിലതൊക്കെ തിരിച്ചു പിടിക്കാൻ ആത്മാവ് പ്രബോധിപ്പിക്കുന്ന രാത്രിയായത്. എവിടെയൊക്കെ വണ്ടി ഇപ്പോഴും ഓടുന്നുണ്ട്, എല്ലാ കാര്യത്തിനകത്ത് ഓടുന്നുണ്ട്. പക്ഷെ ചില മുന്നറിയിപ്പുകളുടെ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. തിരിച്ചു പിടിക്കുന്ന രാത്രിയായി മാറണം. ഉപവാസ പ്രാർത്ഥന ചിലത് തിരിച്ചു പിടിക്കുന്ന രാത്രിയായി മാറണം. ആത്മമണ്ഡലത്ത് ജയമെടുക്കുന്ന രാത്രിയായി മാറണം. നിങ്ങൾ ഡേഞ്ചറിനകത്താണെങ്കിൽ തിരിച്ചു വന്ന് പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നടക്കാൻ തുടങ്ങുന്ന രാത്രിയാകണം. ഇല്ല, മടുത്തു പോകുന്ന ഒരു ആത്മീയതയല്ല. തിരിച്ചു ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടി വന്ന് അപ്പനുമായിട്ടുള്ള ബന്ധത്തിനകത്തൊന്ന് തിരിച്ചു കണക്ട് ചെയ്യുന്ന പ്രാർത്ഥന ജീവിതം തകർന്നു പോയോ? കർത്താവുമായിട്ടുള്ള ബന്ധം തകർന്നു പോയോ? ദൈവത്തോടൊപ്പം നടപ്പ് തകർന്നു പോയോ? ഈ തകർന്ന് എന്നും പോകരുത്. എനിക്കൊന്ന് തിരിച്ചു പിടിക്കണം. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് ഫേവർ ചെയ്യാൻ പോവാ. ദൈവത്തിന്റെ ഫേവർ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ദൈവത്തിന്റെ കാര്യം ചലിക്കാൻ പോവാ. അങ്ങനെ കൊതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. ഞാനിതെല്ലാവരോടും അല്ല പറയുന്നത്. അങ്ങനെ ഒരു കൊതി ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ കാരം ഉയർത്തി കർത്താവിന്റെ സന്നിധിയിൽ പിടിച്ച് നിങ്ങൾ ഇരിക്കുന്നിടത്തൊന്ന് എഴുന്നേറ്റ് നിന്നു. അങ്ങനെയുള്ളവർ മാത്രം. ഇത് അസാധാരണ ദൈവത്തിന്റെ എൻകൗണ്ടർ രാത്രിയാ. ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുന്ന രാത്രിയാ. ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴമായ സമർപ്പണത്തിനകത്ത് എല്ലാവരും എഴുന്നേൽക്കുന്നതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുന്നോ. നിങ്ങളോട് ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളുടെ ലൈഫിനകത്ത് സ്വർഗം ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു കൊതി ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ എഴുന്നേറ്റോ. ഇന്ന് രാത്രി നിങ്ങളെ ദൈവം തൊടാൻ പോകുന്ന രാത്രിയാ. ദൈവത്തിന്റെ കരം നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടുന്ന രാത്രിയാ. ദൈവ മഹത്വത്തിന്റെ അത്ഭുത ഇടപെടലുകൾ നിങ്ങളുടെ ലൈഫിനകത്ത് ചെയ്യാൻ സ്വർഗത്തിന് കഴിയും. എന്നെ ഒന്ന് തിരിച്ചു പിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ ഒന്ന് തിരിച്ചു പിടിക്കണം. എനിക്കൊന്ന് മടങ്ങി വരണം. അപ്പനെ എനിക്കൊന്നും കൂടെ ആഴത്തിൽ അനുഭവിക്കണം. ആ ദൈവസ്നേഹം എനിക്ക് ആഴത്തിൽ അനുഭവിക്കണം. ആ എക്സ്പീരിയൻസിനെ അടുത്തൊരു തലം എനിക്ക് ഗ്രഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കരമൊക്കെ ഒന്ന് സ്വർഗത്തേക്ക് ഉയർത്തിപ്പിടിച്ചോ. വായിക തുറന്ന് അപ്പാ എന്ന് വിളിച്ചോ. ഇന്ന് രാത്രി നിങ്ങൾ വിളിക്കുന്ന മനുഷ്യന്റെ മുമ്പിലല്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി കടാക്ഷിക്കുന്ന ഒരു സ്വർഗത്തിന് മുമ്പിൽ അപ്പാ എന്ന് വിളിച്ചോ. യേശുവേ എന്ന് വിളിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ദൈവകരം ഇറങ്ങി ചലിക്കുക. ഞാൻ വിശ്വസിക്കുന്ന ചില ഹൃദയത്തിനകത്തേക്കാണ് ഇന്ന് രാത്രി വാളുപോലെ ആത്മാവിന്റെ ദൂത് കടന്നു കയറുന്നത്. ചിലരൊക്കെ ഇന്ന് രാത്രി നിലവിളിക്കുന്നുണ്ട്, ചിലരൊക്കെ കരയുന്നുണ്ട്. നിങ്ങളുടെ കരച്ചിൽ സ്വർഗം കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കണ്ണീർ പാഞ്ഞൊടുക്കുന്ന കണ്ണുനീരിന്റെ പുറയിലെ കാരണങ്ങൾ സ്വർഗം കാണുന്നുണ്ട്. വായി തുറന്ന് ധൈര്യത്തോടെ വിളിച്ചോ. ഇതൊരു എൻകൗണ്ടറിന്റെ നൈറ്റ്. നിങ്ങളെ റിലേഷൻഷിപ്പിനകത്തേക്ക്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് സ്വർഗം മടക്കി വിളിക്കുന്ന ദൈവം നിയോഗത്തിന്റെ രാത്രിയാ. അങ്ങയുടെ കരം എന്റെ മേൽ വെക്കണം. എന്നെ ഒന്ന് ശുദ്ധി ചെയ്യണം. ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്നിൽ ഒന്ന് കത്തണമെന്ന് എത്ര പേരൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട്? അങ്ങയുടെ കരം എന്റെ മേൽ വെക്കണം. എന്നെ ഒന്ന് ശുദ്ധി ചെയ്യണമെന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. ഒരു ദൈവാത്മാവിന്റെ ഒരു നല്ല കാലത്തിലേക്ക് ഒരു മടങ്ങി വരവ് എനിക്ക് തരണമെന്ന് എത്ര പേരൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ.
ഓ ശതലരഹസധനിയാം തൽപ്രബന്ധരാദിയ റബനം ശനഹം തലരം ശമനം ധരിയാർ ഖനരം സമനാധരമൗഡമനാധന. എഴുന്നള്ളും യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ജീവിതത്തിന്മേലുള്ള ദൈവത്തിന്റെ കരുത്തുള്ള സഹായിക്കണം. നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല രാജാവേ വന്നു വാഴണമേ, നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടത്തരും ചെവിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ദൈവരാജ്യത്തിന്റെ ശക്തി തകർന്നിടുമേ. ദൈവരാജ്യത്തിന്റെ ശക്തി ചെവിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല രാജാവേ വന്നു വാഴണമേ. യേശുവേ വന്നു വാഴണമേ, രാജാവേ. ശരീരത്തിലെ ആത്മാവുകളുടെ മനസ്സുകളുടെ ദൈവരാജ്യത്തിന്റെ പവർ നൃത്തമായി തീർന്നിടുമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ ഒന്ന് വാഴണമേ, ഇനി ഞാനല്ല ഇരുട്ടുകൾ മാറപ്പെടുന്ന, നിരാശകൾ മാറപ്പെടുന്ന, ഭയങ്ങൾ നീങ്ങപ്പെടുന്ന, പാപങ്ങൾ മാറും, ഭാരങ്ങൾ മാറും, പുതിയൊരു ലോകം തുറന്നിടുമേ. ഭൂമി പാപങ്ങളൊഴിയും, പുതിയൊരു ലോകം രാജാവേ സ്വാതന്ത്ര്യം, ദൈവ സ്വാതന്ത്ര്യം. Uda
ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ ദീവാനേ ചേരാമേ ഓ ദീവാനേ ഓ ദീവനകദല ബൗഡവനകദല ബൗഡവനകദല ബൗഡവരാജല ബൗഡവനകദല ബൗഷവനകദല ബൗഡവനകദല ബൗഡവരാജല tere tere bana tere tere kade rivaraja bauda vargadala gamana jargadari dabane uda baushmana tere bala bauda bari dala bauda bari bala baushmani dala gamana ri bala bauda vargadala gamane ri bala bauda bari baragade rivana tere bala bauda bari bala baushmani dala gamana jargadala bauda bari bala baushmani bala bauda bari bala bauda aragade oh hallelujah oh rivana tere tere bala bauda vargadala bauda vargadala Ribana tere tere bala bauda bari bala bauda bari bala baushvargadar gade ribare tere 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 uda mara tere tere bamana ri tere gade baushvargadar baudar gade yes lord ribana tere ribana shetere tere ribana gade re je bauda vargadala baudare uda vargade baushvargade ribala bauda ribara gade bauda vargadala bauda manajala baushvargadala baudare je ribal kamadari dare riba mara tere 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 riba mare baushvargade ribare uda vargadala bauda vargade ribala baushvari dargade bauda manajala baudare gade ribala baude ribare uda mana ridargade baushvargade ridargade Jesus power riba mana tere tere ribana tere tere baushana ritare uda mana baudare ribala bauda bari bala baushvari bala bauda vargadar gadala bauda vargadari dargade bauda vargadala baushmanajala bauda vargade ridare ribana shatara te ridene re tere te baushana rajargada bauda bari dala bauda manajala bauda vargadala bauda vargadala bauda argade ribana ja ribana tere Damara Bushamana Ridere Tere Kamara Bushare Jeri Gata Rikadene Ribana Ausharagadere Dere Ribadere Bushana Audamari Gadere Jabusharagade Dere Udamana Bushana Jari Dere Jeribana Jabudaragadere Bana Jabushavere Dere Udavere Tene Ribana Rechene Jabushare Dere Udaragadari Bare Jabushamana Ridere Ribavana Rete Bushamana Ridere Jabudavana Budavana Dargada Damana Budargada Ribaraja Bushari Ribana Dargadal Kamana Budargada Ribargada Bushabargadal Rodal Kamana Budal Kamana Javushabargada Roda Bargada Haridal Kamana Bushabargadari ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ പോവാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. കരങ്ങളൊക്കെ സ്വർഗത്തേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇന്ന് രാത്രി ഇതൊരു തുടക്കം കേട്ടോ. ഇതൊരു തുടക്കവാ. ആത്മാവിനോട് പറയുന്നു, ഇത് ചിലരുടെ ലൈഫിലൊരു തുടക്കവാ. കർത്താവ് നിങ്ങളെ ഒന്നും കൂടെ റീബിൽഡ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയമാണ്. ഇതൊരു തുടക്കവാ. നിങ്ങൾ എറിഞ്ഞു കൊടുക്കാൻ മനസ്സുണ്ടേ. ലൈഫിനകത്ത് പണ്ട് നിങ്ങൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു എന്തൂസിയാസം, എവിടേക്കോ പൊളിഞ്ഞു പോയൊരു പാഷൻ,
എവിടേക്കോ നിങ്ങൾ വീണ് പോയൊരിടം, കർത്താവ് ആ മേഖലയിൽ നിങ്ങളെ ഏറ്റവും റൈറ്റ്ലി കണക്റ്റഡ് ആകാൻ പോവുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരം പിടിക്കാൻ പോവുക. അങ്ങനെ കൊതിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഇന്ന് രാത്രി ജനത്തിന് വേണ്ടി ചാലിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആത്മാവിൽ ഇതിനകത്ത് ചിലതിനെ ദൈവം വേർതിരിച്ച് കർത്താവിൻ്റെ നിയോഗവും പദ്ധതികളും അവരെ ഏൽപ്പിച്ചത് കൊണ്ട് സ്തോത്രം. സ്വർഗം ചിലതിനോട് പ്രത്യേക ഫേവർ കാണിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവത്തിൻ്റെ കരം അവരെ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട് സ്തോത്രം. തിരു സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അങ്ങ് നൽകിയ ആത്മീക നിയോഗത്തെ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇതിനകത്തുനിന്ന് ഒരു തലമുറയെ ദൈവം തട്ടി എഴുന്നേൽപ്പിക്കുന്നുണ്ട് സ്തോത്രം. സാധ്യതകളല്ല സാന്നിധ്യമാണ് വലുതെന്ന് തിരിച്ചറിയുന്നു. സാധ്യതകളല്ല സാന്നിധ്യമാണെന്ന് വിളിച്ചറിയുന്ന, ദേശമല്ല ദൈവമാണെന്ന് വലുതെന്ന് തിരിച്ചറിയുന്ന, അപ്പൻ്റെ മാർവിനേക്കാൾ മറ്റൊന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പറ്റത്തെ ദൈവം കരം പിടിക്കുന്നുണ്ട് സ്തോത്രം. ചില അടുത്ത തലമുറകളെ, യങ്സ്റ്റേഴ്സിനെ ദൈവം ചാലിപ്പിക്കുന്നുണ്ട് സ്തോത്രം. ഞാൻ ഈ ദൈവസഭയെ അനുഗ്രഹിക്കുന്നു. അവരനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പട്ടണത്തിൽ അവരൊരു വിളക്കായി പിന്നെ നിൽക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ഇന്ന് രാത്രി കർത്താവിനോട് പറഞ്ഞത് ഇതൊരു ചില തുടക്കങ്ങളാണ്. ഇത് ചിലരുടെ ലൈഫിനകത്തൊരു തുടർച്ചയാകും. കർത്താവ് നിങ്ങളെ അന്തരാത്മാവിൽ സ്പർശിക്കുന്ന ഒരു തുടർച്ചയാകും. ഞാൻ ഉറപ്പായത് വിശ്വസിക്കുന്നു. അതിനായി ലൈഫിന് എറിഞ്ഞു കൊടുക്കാം. തിരുസാന്നിധ്യം നമ്മൾ നിറയട്ടെ, നിറവ് നൽകട്ടെ. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്ന ഈ ദൈവസഭയോട്, ഇതിൻ്റെ നേതൃത്വത്തോട് നന്ദി പറയുന്നു. കർത്താവിനോടൊപ്പം ഒരുമിച്ച് ചലിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലകളെ വീണ്ടും വണക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും കേൾക്കപ്പെട്ട ശ്രേഷ്ഠ വചനങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ സമാപന രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നമ്മോട് ഇടപെടുവാനിടയായി. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം, കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണമേ. ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവ സാന്നിധ്യമില്ല എങ്കിൽ നാം വെറും സീറോയാണെന്ന് ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ ഓർമ്മിപ്പിച്ചല്ലോ. ജീവിതയാത്രയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ സാന്നിധ്യമോ, ദൈവം തന്ന നന്മകളോ, ദൈവികമായ കൃപയോ അനുഗ്രഹങ്ങളോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വരവിന് വേണ്ടിയുള്ള ഒരു ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തമായി അറിയിപ്പാനിടയായി. കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഉപവാസം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആത്മീയ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണമേ എന്ന് ഇന്ന് രാത്രി നാം ആ സാന്നിധ്യവുമായി പോവുകയാണ്. ഹാലിൽ എൻ്റെ കൂടെ ആ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, 21 ദിവസത്തെ ഉപവാസം ഒരിക്കലും നഷ്ടമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം തന്നെയാണ്. ഓരോ ദിവസങ്ങളിലും ദൈവം നമ്മെ നടത്തിയല്ലോ. ഇന്ന് പകലും രാത്രിയിലും ശക്തമായി കർത്താവിൻ്റെ ദാസനെ ദൈവം കരങ്ങളിൽ എടുത്തതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന്റെ ശുശ്രൂഷകളെ ഓർക്കാം. കടന്നു പോകുന്ന സ്ഥാനങ്ങളിൽ ശക്തമായി അനേക യൗവനക്കാരുടെ മധ്യയിൽ, അനേക സഭകൾക്ക്, അനേക ആത്മീയ ഉണർവിന് കാരണമാകുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം കരങ്ങളിൽ എടുക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപവസിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം ചെയ്യാം. നാളത്തെ സമാപന യോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ നടക്കുന്ന സ്നാന ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കാം. നാളെ നടക്കുന്ന ആരാധന, തിരുമേശ എല്ലാം ദൈവത്താൽ അനുഗ്രഹമാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ നിലകളിലും ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ GJ അലക്സാണ്ടർ മുൻപോട്ട് കടന്നു പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ കടേശി രാത്രിയിലും അങ്ങയുടെ പാദാന്തിയായിരിക്കാൻ, അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയ്ക്ക് സ്തുതി പാടുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനിലൂടെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവശബ്ദത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മോശയെ പോലെ കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഞങ്ങൾ കൊതിക്കുന്നവരായിരിക്കാൻ,
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുപോകണമേ. ഒരു കാലത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അത് ഏറ്റെടുക്കുവാൻ, പ്രാർത്ഥനയുടെ മറുപടിയേക്കാൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമെന്നറിഞ്ഞുകൊണ്ട് അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ഒരുക്കുമാറാകണമേ കർത്താവേ. അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി, സമൂഹമായി തിരുക്കരത്തിലേക്ക് ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു കർത്താവേ. ഒരു പുതിയ ദൈവിക സ്പർശനം ഇന്നത്തെ ജനത്തിനു മേൽ പകർന്നതിനായി സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങൾ മടങ്ങിപ്പോകുവാൻ അടുത്ത ദിവസത്തെ സമാപന യോഗം കഴിഞ്ഞ ശേഷവും തുടർന്നും ഞങ്ങൾ കർത്താവെ പ്രാർത്ഥനയോടെ അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ, അങ്ങയോട് ചേർന്നിരിക്കുന്ന ഈ അനുഭവങ്ങൾക്കായി കർത്താവെ ഞങ്ങൾ പറ്റിയിരിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലും രാത്രിയും അങ്ങയുടെ ദാസനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം. ഈ രാത്രിയും ശക്തീകരിച്ചല്ലോ, പിന്നെയും അനേകർക്ക് പ്രയോജനമുള്ളവനായി കർത്താവെ അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. ദീർഘമായി ഉപവസിച്ച് എല്ലാവരെയും ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. ഭാഗികമായി ഉപവസിച്ചവർക്കായും സ്തോത്രം. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാരെ സ്തോത്രത്തോടെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരെയും ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നു രാത്രി ഞങ്ങൾ പ്രാർത്ഥനയോടെ കടന്നു പോകുന്നു. സാന്നിധ്യം കൂടിരിക്കണം. അങ്ങയോട് ചേർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥന ഉറ്റിരിപ്പാൻ ദൈവിക കൃപ പ്രാപിച്ച് അങ്ങയുടെ വരവ് താമസിക്കുന്നെങ്കിൽ രാവിലെ മടങ്ങി വന്ന് അങ്ങയെ ആരാധിപ്പാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണം. നാളത്തെ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കും. തിരുനാമത്തെ മഹത്വപ്പെടുത്തും, വരവിനായി ഒരുക്കും. യേശു ക്രിസ്തുവിൻ ധന്യമേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സഹവാസവും പ്രാർത്ഥനയോടത്ത എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അടുത്ത ദിവസം നടക്കേണ്ട സമാപന യോഗത്തിന്മേലും ഭൂലോകമുള്ള വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു മൂലം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലും രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് അനുഗ്രഹിത ശുശ്രൂഷ ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസ്സിനോടുള്ള നന്ദി ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ കൃത്യം 9 മണിക്ക് ഇവിടെ വെച്ച് സ്നാന ശുശ്രൂഷ ഉണ്ടായിരിക്കും. 10 മണിക്ക് സഭായോഗം ആരംഭിക്കും. എല്ലാ ദൈവജനവും തക്ക സമയത്ത് തന്നെ കടന്നു വരയണം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ ഈ 2 ശുശ്രൂഷകളിലും നേതൃത്വം കൊടുക്കും. അപ്പോൾ തന്നെ ഇവിടെയുള്ള യുവജനങ്ങൾ അല്പസമയം ഇവിടെ നിന്നിട്ടേ പോകാവൂ എന്ന് അറിയിക്കുന്നു. ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനായി അവർ അവിടെ നിൽക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്.